ഹലോ, ഓഡിബിൾ ആണോ? ഹലോ ഹലോ കേൾക്കാമോ? ഗുഡ് ഈവനിങ്. ഓക്കെ, യെസ്. ഓക്കെ, ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ ആൾക്കാർ? ഓക്കെ ഓക്കെ. ഓക്കെ, ഹായ്, ഹലോ, വെൽക്കം ടു SSC മലയാളി അല്ലേ? ഇന്ന് നമ്മള് ടോപ്പിക്കാണ് ഇന്ത്യൻ പൊളിറ്റി. ഓക്കെ, കുട്ടികൾ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ GK എടുക്കുവാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ആണെന്ത് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഒരു ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വാസ്റ്റ് അല്ല, പക്ഷെ ഉള്ള കാര്യങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കുകൾ എന്താണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണിത് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഗുഡ് ഈവനിങ്, ഓഡിബിൾ അല്ലേ? ഓക്കെ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സൗണ്ട് കുറവാണോ? ഓഡിബിൾ അല്ല? സൗണ്ട് സൗണ്ട് കുറവാണോ? ഒരു ഒന്ന് രണ്ട് പേരൊന്ന് കമന്റ് ചെയ്യാമോ? സൗണ്ട് കുറവാണോ എന്ന് കൃഷ്ണാനന്ദ് കമന്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരൊന്ന് കമന്റ് ചെയ്തേ, സൗണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന്. ഓക്കെ ആണ്, ഓഡിബിൾ ആണ്. അതെ, ഓഡിബിൾ ആണ്, ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ ആണ്? ഓക്കെ. അപ്പം ഇന്ത്യൻ പൊളിറ്റി ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷെ ഉള്ള കാര്യങ്ങൾ കുറച്ച് വൃത്തിക്ക് പഠിക്കുക, പക്ഷെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾസ്, അതുപോലെ അമെന്റ്മെന്റ്സ്, ഒത്തിരി നമ്പേഴ്സ് ഉണ്ട് അല്ലെ? ഒത്തിരി നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ്, അതുപോലെ അമെന്റ്മെന്റ്സ് ഒക്കെ എന്താണ് പഠിക്കാൻ കുറച്ച് ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വൺസ് എന്താണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. കാരണം നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് അതിന്റെ ഉത്തരം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ നോട്ടുകളും എന്താണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിനെ കുറിച്ച് പറയുമ്പോഴേക്കും നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പഠിച്ച് തുടങ്ങണം. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇപ്പൊ ബ്രിട്ടീഷുകാർ എന്താണ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് എന്താണ് നമ്മുടെ ഇവിടുന്ന് നമുക്ക് സ്വാതന്ത്ര്യം നിന്ന് പോകാൻ നേരത്തെ എന്താണ് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയെടുത്തിരുന്നു. ഓക്കെ, നമുക്ക് കൃത്യമായിട്ടൊരു ഭരണഘടന നമ്മൾ രൂപീകരിച്ച് എന്താണ് അതിലാണെന്ത് ഇപ്പോഴും നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നത്, എങ്ങനെയാണ് ഇതിന്റെ മുൻപത്തെ കഥകൾ എങ്ങനെയാണ് ഇവിടം വരെ നമ്മൾ എത്തിച്ചെന്നുള്ളത് ഒന്ന് ബ്രീഫ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഓക്കെ, ഫസ്റ്റ് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ 1934 എന്നാണ് 1934 MN റോയ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ഓക്കെ, MN റോയ് ആണെന്ത് ആദ്യമായിട്ട് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നൊരു ആവശ്യം എന്ത് മുന്നോട്ട് വച്ചത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പത്രമായ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. ഓക്കെ, ഈ ന്യൂസ് പേപ്പറിൽ ഒരു എന്താണ് ആർട്ടിക്കിൾ പോലെയാണ് ഇദ്ദേഹത്തിന്റെ ഡിമാൻഡ്. അപ്പൊ ഈ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് എന്താണ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണിത്. ആദ്യമായിട്ട് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വേണം എന്ന് പറയുന്ന ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത് ആരാണ് അത്? MN റോയ്. ഓക്കെ, MN റോയ് ആണത് ആദ്യമായിട്ട് ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. പിന്നീട് എന്താണ് നമ്മുടെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു? ഒഫീഷ്യലി എന്താണ് ഈ ഡിമാൻഡ് അസംബ്ലിയുടെ മുന്നിൽ എന്താണ് വീണ്ടും വെച്ചു. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് വച്ച വ്യക്തി ആരാന്ന് വെച്ചാൽ അത് MN റോയ് ആണ്. അതുപോലെ INC ഏത് വർഷമാണ്? അത് 1935 എന്നാണ് 1935 ആദ്യമായിട്ട് INC ഇങ്ങനെ ഡിമാൻഡ് വേണമെന്ന് ഉന്നയിച്ചത്. പിന്നീട് പറയുവാണെങ്കിൽ 1940 ദ ഡിമാൻഡ് വാസ് ഫൈനലി അക്സെപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ ഓഗസ്റ്റ് ഓഫർ. എന്താണ് ഓഗസ്റ്റ് ഓഫറിലൂടെ എന്താണ് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വേണം എന്നുള്ള ഡിമാൻഡ് ഇവര് ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്യാണെന്ത് പിന്നീട് ഉണ്ടായത്. ഓക്കെ, അതായത്
നമുക്ക് ഈ വേൾഡ് വാറിന്റെ ടൈം ആയിരുന്നു. അപ്പൊ ആ ടൈമിൽ എന്താണ് ഇവര് ഒരുപാട് ഓഫേഴ്സുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. കാരണം ഇവരെ വേൾഡ് വാറിൽ സഹായിക്കണം, അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം തരാം എന്നൊക്കെ പറഞ്ഞ ഡിമാൻഡ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ മുന്നോട്ട് വെച്ചാൽ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. അതുകൊണ്ടാണ് അവർ ആ ടൈമിൽ ഇത് ആക്സെപ്റ്റ് ചെയ്ത്. ഓക്കെ, സൗണ്ട് പോയോ? അശ്വിൻ പി കമന്റ് ചെയ്യുന്നു സൗണ്ട് പോയിന്ന്. ഓഡിബിൾ ആണോ എന്ന് പറയാമോ? ഓക്കെ, ഒരാളെ നോ നോ ഇഷ്യൂസ് നോ. ഓക്കെ, അശ്വിന്റെ സ്റ്റിൽ നോക്കിയാൽ കേട്ടോ, എന്തായാലും ചെറിയ എററായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ 1940 എന്താണ് ഓഗസ്റ്റ് ഓഫിലൂടെ ഈ ഡിമാൻഡ് എന്താണ് ഒഫീഷ്യലി ആക്സെപ്റ്റ് ചെയ്യുകയാണെന്ത് ഉണ്ടായത്. ഇനി 1946 നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോം ചെയ്ത ഒരു പ്ലാൻ ആണിത്, അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത്. ഈ ക്യാബിനറ്റ് മിഷൻ ആണിത് പിന്നീട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഈ 4 ഇയേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 4 ഇയേഴ്സിൽ എന്തൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, 1934 എന്തായിരുന്നു ഫസ്റ്റ് വൺ? എം.എൻ. റോയ് എന്താണ് ഒരു ഐഡിയ പുട്ട് ഫോർവേഡ് ചെയ്തു. ആദ്യമായിട്ട് ഡിമാൻഡ് റേസ് ചെയ്താരാണ്? അത് INC ആണ്. അതുപോലെ എന്താണ് ഫൈനലി ഓഗസ്റ്റ് ഓഫർ വഴി എന്താണ് ഈ ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് വൺ 1946 ക്യാബിനറ്റ് മിഷൻ എന്താണ്? ക്യാബിനറ്റ് മിഷൻ വെച്ചാൽ 3 പേരുണ്ടായിരുന്നു, പാട്രിക് ലോറൻസ്, എ.വി. അലക്സാണ്ടർ ആൻഡ് സ്റ്റാഫോർഡ് ക്രിപ്സ്. ഇവർ വന്നിട്ട് എന്താണ് ഈ ഡിമാൻഡ് ഒഫീഷ്യലി ആക്സെപ്റ്റ് ചെയ്യുകയാണെന്ന് ഉണ്ടായത്. ഓക്കെ, നമുക്ക് ക്യാബിനറ്റ് മിഷനെ കുറിച്ച് ബ്രീഫ് ആയിട്ടൊന്ന് പറയാം. ഈ 3 പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ക്യാബിനറ്റ് മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ആരൊക്കെയാണ് വന്നതെന്ന്. ഓക്കെ, ഈ 3 പേരുകളും എന്താണ് എക്സാംസിന് സ്ഥിരമായിട്ട് ഫ്രീക്വന്റ്ലി എന്താണ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ആരാണ്? പാട്രിക് ലോറൻസ്. ഓക്കെ, പാട്രിക് ലോറൻസ് ആൻഡ് എ.ബി. അലക്സാണ്ടർ ആൻഡ് സ്റ്റാഫോർഡ് ക്രിപ്സ്. ഓക്കെ, ഈ 3 പേരുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്താണ് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, എന്തായിരുന്നു? ടു ഒബ്റ്റെയിൻ ആൻ എഗ്രിമെന്റ് വിത്ത് ദ ഇന്ത്യൻ ലീഡേഴ്സ് ആസ് ടു ദ ഫ്രെയിമിംഗ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ. അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു ഡിമാൻഡ് നമ്മൾ ഉന്നയിച്ചല്ലേ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ വേണ്ടി എന്താണ് ഇവര് ഈ ബ്രിട്ടീഷുകാര് ഇങ്ങോട്ട് വന്ന് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ 3 പേരും എത്തിയത്. അതാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ എന്താണ് നമുക്കൊരു ഇന്ററിം ഗവൺമെന്റ് എന്താണ് ഫോം ചെയ്യണം. എന്നാൽ മാത്രമല്ല നമുക്കൊരു സ്വന്തമായിട്ടൊരു ഗവൺമെന്റ് വേണ്ടേ? എന്നാൽ മാത്രമല്ലേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ടു എസ്റ്റാബ്ലിഷ് ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ മേജർ ഇന്ത്യൻ പാർട്ടീസ്. ഓക്കെ, നമ്മൾ ബ്രിട്ടീഷുകാര് ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ എന്താണ് പിന്നെ മൊത്തം കാര്യങ്ങൾ ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിലാണ്. അപ്പൊ നമ്മൾ എന്താണ് നമ്മുടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഫോം ചെയ്ത് നമുക്ക് എന്താണ് ഒരു ഭരണഘടന രൂപീകരിക്കുക. അതായിരുന്നു എന്ത് ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ ഏറ്റവും എന്താണ് ബ്രീഫ് ആയിട്ടുള്ള ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പേരുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഏത് വർഷമാണ് ക്യാബിനറ്റ് മിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, 1940 ഇത് കൃത്യമായിട്ട് ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ രൂപീകൃതമായത് കേട്ടോ. അടുത്ത് ഈ ക്യാബിനറ്റ് മിഷന്റെ പ്ലാനിൽ അതായത് ഈ മീറ്റിംഗ് നടക്കുമ്പോൾ എത്ര പേര് ഉണ്ടായിരുന്നു? ഓക്കെ, നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോട്ടൽ മെമ്പേഴ്സ് വെച്ചാൽ 389 ആയിരുന്നു. ഓക്കെ, 389 മെമ്പേഴ്സ് ആയിരുന്നു. അതിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ 296 പേരാണ്. ഓക്കെ, ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. അതായത് ഈ മീറ്റിംഗ് നടന്നപ്പോൾ ടോട്ടൽ മെമ്പേഴ്സിൽ എത്ര ആൾക്കാരായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടുള്ളത്? അത് 296 ആണ്. പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എത്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ടായിരുന്നു? ഓക്കെ, അത് 4 പേരായിരുന്നു കേട്ടോ. ഇതിനകത്ത് 4 പേര് ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആയിരുന്നു. അതും എന്താണ് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അത് മാത്രമല്ല പ്രിൻസിലി സ്റ്റേറ്റ് ചെറു നാട്ടുരാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്ത് എത്ര പേരും ഉണ്ടായിരുന്നു ചോദിക്കാറുണ്ട്. അത് 93 ആണ്. ഓക്കെ, 93 ആണ് പ്രിൻസിലി സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്ത് ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ടോട്ടൽ എത്രയായിരുന്നു? 389 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിലെന്താണ് 296 പേരും എന്താണ് ബ്രിട്ടീഷ് ഇന്ത്യ റെപ്രസെന്റ് ചെയ്തായിരുന്നു. ബാക്കി 93 എന്തായിരുന്നു? പ്രിൻസിലി സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്ത് വന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? പറഞ്ഞേ, മനസ്സിലായോ? നമ്മുടെ ക്യാബിനറ്റ് മിഷന്റെ തുടക്കം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ന് സെറ്റപ്പ് ചെയ്തു. ആദ്യ മീറ്റിംഗ് എപ്പോൾ നടന്നു? ആദ്യമായിട്ട് ടെമ്പററി പ്രസിഡന്റ് ആരാണ്? പെർമനന്റ് പ്രസിഡന്റ് ആരൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കാം. 4 പേരുടെ കാര്യവും ഏത് 4 പേരുടെ? ആകാശ്,
ഓക്കെ, ഇത് 3 പേരുടെ കാര്യമാണ്. 3 ആണ്, 4 അല്ല, 3 പേരേ ഉള്ളൂ. സ്റ്റാഫോർഡ് ക്രിപ്സ്, എ.വി. അലക്സാണ്ടർ ആൻഡ് പാത്രിക് ലോറൻസ്. ഓക്കെ, നമുക്കിനി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്നാണ് സെറ്റപ്പ് ചെയ്ത്. ഈ ഡേറ്റ്സ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ, കാരണം ഫ്രീക്വന്റ്ലി എന്താണ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അതായത് ആദ്യം നമുക്ക് വർഷം ഓൾറെഡി അറിയാം അല്ലെ, വർഷം 1946 ആണ് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഈ ഡേറ്റ്സ്, ഓക്കെ, ഡിസംബർ, ഈ ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, December 6, ഓക്കെ, 1946 December 6 ആദ്യത്തെ മീറ്റിംഗ്, സോറി, സെറ്റപ്പ്. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് സെറ്റപ്പ്. എന്നാണ് സെറ്റപ്പ് എന്ന് വെച്ചാൽ അത് 1946 December 6 കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി സെറ്റപ്പ് ചെയ്ത്. ഇനി ഇതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് എന്ന് നടന്നു വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ആലോചിക്കുക, സെറ്റപ്പ് ചെയ്തു അല്ലെ, സെറ്റപ്പ് ചെയ്തിട്ട് ഒരു 3 ഡേയ്സ് അല്ലെ, പ്ലസ് 3 ഡേയ്സ് സംഭവിച്ചു. അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് എന്താണ്? ഫസ്റ്റ് മീറ്റിംഗ് നടക്കുകയാണ്. ഓക്കെ, December 9, 1946 എന്താണ് ഇതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടക്കുകയാണ്. ഇനി ആദ്യം നമ്മളൊരു മീറ്റിംഗ് നടത്തുമ്പോൾ സംഭവിക്കുന്നത്, ആ മീറ്റിംഗ് നടത്തുമ്പോഴേക്കും നമുക്കൊരു കൃത്യമായിട്ടുള്ള പ്രസിഡന്റ് അല്ലേ, ഒരു അധ്യക്ഷനെ വേണമല്ലേ. അപ്പൊ ഈ അധ്യക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു അധ്യക്ഷനായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു മീറ്റിംഗിൽ ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണത് സച്ചിദാനന്ദ സിൻഹ എന്ന് പറയുന്നത്. ഓക്കെ, സച്ചിദാനന്ദ സിൻഹ. പിന്നീട് എന്താണ്, ഈ പ്രസിഡന്റ് ആണ് മീറ്റിംഗ് വിളിച്ചുകൂട്ടി പിന്നെ ബാക്കിയുള്ള എന്താണ് ഒരു പെർമനന്റ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് ആരെയാണെന്ന് വെച്ചാൽ അത് സച്ചിദാനന്ദ സിൻഹയാണ്. പിന്നീട് പെർമനന്റ് പ്രസിഡന്റ് ആയതാരാണ്? അത് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അതെന്നായിരുന്നു? അത് December 11 കേട്ടോ, December 11. ഇപ്പൊ ഡേറ്റ് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഫസ്റ്റ് സെറ്റപ്പ് ചെയ്ത ദിവസമാണ്, അത് December 6 ആണ്. പിന്നീട് എന്താണ്, 3 ദിവസങ്ങൾക്ക് ശേഷം December 9 1946 ഫസ്റ്റ് മീറ്റിംഗ് ഹെൽഡ് ചെയ്ത്. അന്ന് ടെമ്പററി പ്രസിഡന്റ് ആയത് സച്ചിദാനന്ദ സിൻഹയാണ്. പിന്നീട് എന്താണ്, പെർമനന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വന്നു. ആ ഡേറ്റും December 11 അത് സംഭവിച്ചത്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ ആരായിരുന്നു? ഇതും ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഓക്കെ, ആരായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ? അതാണ് BN റാവു. ഓക്കെ, BN റാവു ആയിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്വൈസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് 13th December എന്ത് സംഭവിച്ചുള്ളത്? അതാണ് ജവഹർലാൽ നെഹ്റു മൂവ്ഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. എന്താണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോഴേക്കിനും പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ടേം പഠിക്കാനുണ്ട്. ഓക്കെ, പ്രിയാമ്പിൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രിയാമ്പിൾ തന്നെയാണെന്ത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമാണത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രിയാമ്പിളിന്റെ ഒരു ഫോർവേഡ്, അതായത് അതിന് മുമ്പുള്ളൊരു വേർഷൻ ആണെന്ത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, ആരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത്? ആരാണ് ഒബ്ജക്റ്റീവ്? പെൻ കുറച്ച് ഡാർക്ക് ആക്കാമോ? ഓക്കെ, ഡാർക്ക് ആക്കാനുള്ള ഓപ്ഷനില്ല, ബ്ലാക്ക് ആക്കിയാൽ മതി. നോക്കിയേ, നിങ്ങൾക്ക് എഴുതുമ്പോ ഏതാ കാണാൻ കുറച്ചും കൂടെ ഒരു തെളിച്ച ഏതാ? ബ്ലാക്ക് ആണോ? ആ, 389 പേര് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ. ഒന്ന് കമന്റ് ചെയ്തേ, ബ്ലാക്ക് ആണോ റെഡ് ആണോ കുറച്ചും കൂടെ നിങ്ങൾക്ക് കാണാൻ? ബ്ലാക്ക് മതി, ബ്ലാക്ക്. ഓക്കെ, ബ്ലാക്ക് ആക്കിയ കേട്ടോ, ബെറ്റർ ദാൻ റെഡ്. ഇപ്പൊ ഓക്കെ. അപ്പൊ ബ്ലാക്കിൽ എഴുതാൻ തൊട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ച് അല്ല പറയുന്നത്. അപ്പം പ്രിയാമ്പിളിന്റെ ഒരു മുന്നത്തെ വേർഷൻ ആണിത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്ത ആരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണെന്ത് ആദ്യമായിട്ട് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പുട്ട് ഫോർവേഡ് ചെയ്ത്. ഇനി ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് ഏത് ദിവസമാണ് ചോദിക്കുന്നതാണ്. 22nd January 1947 നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്ത്. അപ്പം 2 തരത്തിൽ ചോദ്യങ്ങൾ വരാം. ആദ്യമായിട്ട് എന്നാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്ത് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത്? അത് 13th December 1946 പക്ഷെ ഇത് അഡോപ്റ്റ് ചെയ്ത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 22nd January 1947 അപ്പൊ ഈ 2 ഡേറ്റ്സ് എന്താണ് നിങ്ങൾ പഠിച്ചു നോക്കണം. ഈ ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പൊളിറ്റിയിൽ. ഡേറ്റ്സ് നമ്പേഴ്സ് ഒക്കെ എന്താണ് കൂടുതൽ നമ്മൾ പൊളിറ്റിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ നമ്പേഴ്സ് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ ഘടകങ്ങളും എന്താണ് പഠിച്ചു. അപ്പൊ ആദ്യമായിട്ട് എന്താണ് ഇത് സെറ്റപ്പ് ചെയ്ത ദിവസമാണ് 1946 December 6. പിന്നീട് എന്താണ് 3 ദിവസങ്ങൾക്ക് ശേഷം എന്താണ് ഫസ്റ്റ് മീറ്റിംഗ് നടന്നു. അവിടെ ടെമ്പററി പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പിന്നീട് എന്താണ് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് രാജേന്ദ്ര പ്രസാദ് എലക്ട് ചെയ്തു. അതെന്താണ് വീണ്ടും 2 ദിവസം കഴിഞ്ഞല്ലേ, വീണ്ടും
2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഇലക്ട് ചെയ്തത്. പിന്നീട് വീണ്ടും എന്താണ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തു. അത് അഡോപ്റ്റ് ചെയ്തതാണ് അത് 22 ജാനുവരി 1947 തിക്നെസ് കൂടി കുറച്ചുകൂടി. ഓക്കെ, തിക്നെസ് കൂടില്ല കേട്ടോ, തിക്നെസ് കൂടില്ല, ഇത്രയും തിക്നെസ് ഉള്ളൂ. ഓക്കെ, തിക്നെസ് ഇല്ല, തിക്നെസ് കൂടില്ല, തിക്നെസ് കൂടിയതില്ല. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നമ്മൾ നമ്മുടെ റിപ്പബ്ലിക് ഡേയും ഇല്ലേ, നമ്മൾ 1950 ജാനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആയിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ 2 ചോദ്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറഞ്ഞ പോലെ തന്നെ അഡോപ്റ്റ് ചെയ്തതും കെയിം ഇൻ ടു ഫോഴ്സും. ഓക്കെ, രണ്ടും 2 ഡേറ്റ്സ് ആട്ടോ, ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് അഡോപ്റ്റഡ്. ഓക്കെ, ഇവിടെ എന്താണ്? അഡോപ്റ്റഡ് ആണ്. അഡോപ്റ്റ് ചെയ്തെന്നാണ് അത് 26/1949 ഓക്കെ, നമ്മൾ 75 വർഷമൊക്കെ എന്താണ് ഈ വർഷം കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മളൊരു മ്യൂസിയം ഒക്കെ ഹരിയാനയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് അഡോപ്റ്റഡ് ഓൺ എന്നാണ് ഡേറ്റ് November 26, 1949 ആണ്. ഇനി 1950 January 24 എന്താണ് രാജേന്ദ്ര പ്രസാദ് ബിക്കംസ് ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അത് നമ്മുടെ റിപ്പബ്ലിക് ആവുന്നതിന് ഒരു 2 ദിവസം മുമ്പ് എന്താണ് രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്യപ്പെട്ടു. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1950 January 26. ഓക്കെ, എന്നാണിത് എന്താണ് കെയിം ഇൻ ടു ഫോഴ്സിലേക്ക് വന്നത്? അത് January 26 ആണ്. അപ്പൊ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ക്വസ്റ്റ്യൻസിൽ. 2 തരത്തിൽ ചോദ്യങ്ങൾ വരാം. എന്നാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത്? അഡോപ്റ്റ് ചെയ്യുന്ന വെച്ചാൽ എന്ത് ഡേറ്റ് എഴുതണം? അഡോപ്റ്റഡ്. ഈ ഒരു കീവേഡ് നോക്കണം. അഡോപ്റ്റഡ് എന്താണെങ്കിൽ ഏത് വഴി എഴുതണം? അഡോപ്റ്റഡ് ഇതായിരിക്കും. അഡോപ്റ്റഡ് എന്ന് പറയുമ്പോൾ ഏത് ഡേറ്റ് എഴുതാം? നമ്മള് November 26, 1949 എഴുതാവുള്ളൂ. പക്ഷെ കെയിം ഇൻ ടു ഫോഴ്സ്, ഈ 2 കീവേഡ് ശ്രദ്ധിക്കണ്ടോ. കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും? കെയിം ഇൻ ടു ഫോഴ്സ് അപ്പം 1950 January 26 എന്ന് പറയാവുള്ളൂ. ഓക്കെ, January 26. ഓക്കെ, ഇനി ഈ ഡേക്ക് നമ്മൾ പറയുന്ന ഒരു സ്പെഷ്യൽ നെയിം ഉണ്ട്. അതാണ് ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് കമ്മൻസ്മെന്റ്. ഓക്കെ, ഡേറ്റ് ഓഫ് ഇറ്റ്സ് കമ്മൻസ്മെന്റ് എന്നാണ് ഇതിനെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യമായിട്ട് വരാം. ഓക്കെ, വിച്ച് ഡേ ഈസ് നോൺ ആസ് ഡേറ്റ് ഓഫ് ഇറ്റ്സ് കമ്മൻസ്മെന്റ്. അത് നമ്മുടെ റിപ്പബ്ലിക് ആയ തീയതിയാണ്. അതായത് 1950 January 26 ആണെന്ത് നമ്മുടെ ഡേറ്റ് ഓഫ് ഇറ്റ്സ് കമ്മൻസ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകൃതമാക്കാൻ വേണ്ടി എത്ര സമയം എടുത്തു എന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് എത്രയാണ്? 2 വർഷം 11 മാസം 18 ദിവസം. ഓക്കെ, ഏകദേശം 3 year ആണ്. ഓക്കെ, 3 year ആയിട്ടില്ല. 3 year ആവാൻ വേണ്ടി എന്താണ് ഒരു 13 days കൂടെ വേണം. പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെ? അപ്പൊ നമ്മള് ഓപ്ഷനിൽ ഇങ്ങനെ ആണുള്ളൂ, 2 year 11 months and 18 days. ഇനി ചില ടെക്സ്റ്റുകൾ എന്താണ് 17 days എന്ന് കാണാറുണ്ട്. ഓക്കെ, 18 ഓർ ചില ടെക്സ്റ്റുകൾ എന്താണ് 17 days എന്ന് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ ഏതാണോ ഉള്ളത്, 18 ആണെങ്കിൽ 18, 17 ആണെങ്കിൽ 17, രണ്ടും ഒരുമിച്ച് കൊടുക്കില്ല. ഏതെങ്കിലും ഒരെണ്ണാലേ കൊടുക്കുള്ളൂ. അപ്പൊ ഏതാണോ നിങ്ങളുടെ ഓപ്ഷനിൽ ഉള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് ടുക്ക് 2 years 11 months and 18 or 70 days to complete the Constitution Assembly. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ പറഞ്ഞേ? യെസ് ഓക്കെ 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 ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് പഠിക്കാനുണ്ട്. നേരത്തെ നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണ് അഡോപ്റ്റ് ചെയ്ത് പഠിച്ചു. അതുപോലെ എന്താണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അഡോപ്റ്റ് ചെയ്ത് പഠിച്ചു. ഇങ്ങനത്തെ കുറച്ച് ഡേറ്റ്സ് പഠിച്ചു അല്ലെ? ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, നാഷണൽ സോങ്, നാഷണൽ എംബ്ലം ആൻഡ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഡേറ്റ്സ്. അപ്പൊ ഇത് പഠിക്കാൻ ഒരു ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് നാഷണൽ ഫ്ലാഗ് എടുക്കാം. ഓക്കെ, നാഷണൽ ഫ്ലാഗ്. ഓക്കെ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 അല്ലെ? സ്വാതന്ത്ര്യം കിട്ടുന്നത് 1947 അപ്പൊ അന്ന് എന്താണ് 1947 August 15 ആണെന്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പം ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന അന്ന് എന്താണ് നമുക്ക് പതാക ഉയർത്താം. ശരിയാണോ? അല്ലെ? ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന നമുക്ക് പതാക ഉയർത്തണ്ടേ? അപ്പം ആ ഒരു സമയത്ത് എന്തായാലും നമുക്ക് ഡിസൈൻ ചെയ്ത് വെക്കണ്ടേ? ശരിയാണോ? അല്ലേ? മാത്രമല്ല നമുക്ക് അന്ന് ഉയർത്താൻ പറ്റുള്ളൂ. അപ്പം ഏകദേശം എന്താണ് വർഷം നമുക്ക് കിട്ടും 1947 കിട്ടും അല്ലെ? 1947.
1947 എന്ന് കിട്ടും. 1947. ഇനി ഈ ഓഗസ്റ്റിലല്ലേ നമ്മുടെ പതാക ഉയർത്തിയത്. അപ്പൊ അതിന് തൊട്ട് മുന്നത്തെ മാസം ജൂലൈ 22-ാം തീയതി. ഓക്കെ, ജൂലൈ 22 ആണിത് നമ്മള് നാഷണൽ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ നാഷണൽ ഫ്ലാഗ് മാത്രമുള്ള 1947 വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എക്സാമിന് ഡേറ്റ് ചോദിക്കുമ്പോഴേക്കും 1947 കൂട്ടി വരണം, അല്ലെങ്കിൽ എന്താണ് അത് ചൂസ് ചെയ്യുക. അപ്പൊ 1947 ജൂലൈ 22 ആണിത് നമ്മള് നാഷണൽ ഫ്ലാഗ് എന്താണ് എക്സിസ്റ്റ് ആയിട്ട് വന്നത്. അടുത്താണ് നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും. ഓക്കെ, നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ഇത് രണ്ടും നമ്മള് സൈഡിലേക്ക് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇതുവരെ കാണത്തില്ല ഇപ്പം. ഓക്കെ, അതായത് നാഷണൽ ആന്തം. ഓക്കെ, നാഷണൽ ആന്തം എന്നാണ്, നാഷണൽ ആന്തം നാഷണൽ സോങ്ങും രണ്ടും സെയിം ഡേറ്റ് ആണ്. നോക്കി, 1950 ജാനുവരി 24, 1950 ജാനുവരി 24. രണ്ടും എന്താണ്? രണ്ടും സെയിം ഡേറ്റ്സ് ആണ്. അപ്പൊ ഈ സെയിം ഡേറ്റുകൾ എങ്ങനെ ഓർത്തിരിക്കാം? അതായത് നമ്മൾ റിപ്പബ്ലിക് ആവുന്നതിന് 2 ദിവസം മുമ്പ് എന്താണ്? അപ്പൊ സോങ് അല്ലേ, രണ്ടും എന്താണ്? സോങ് ആന്തം എന്ന് വെച്ചാൽ രണ്ടും ഒരു സോങ് ആണ് ആലോചിക്കുക. അപ്പൊ ഇത് രണ്ടും എന്താണ്? നമ്മളൊരു റിപ്പബ്ലിക് ആവുന്നതിന് അന്ന് നമുക്ക് പാടണമെന്ന് വിചാരിക്കാം ഇത് രണ്ടും. അപ്പം അതിനെന്താണ്? 2 ദിവസം മുമ്പ് നമ്മൾ എന്താണ് അത് കൊറിയോഗ്രാഫി ചെയ്ത് പ്രാക്ടീസ് ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, 1950 ജാനുവരി 24, 1950 ജാനുവരി 24 എന്താണ്? നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും നമ്മൾ ഓക്കെ എന്താണ് എക്സിസ്റ്റൻസിലേക്ക് വന്നു. അടുത്താണ് നാഷണൽ എംബ്ലം. ഈ നാഷണൽ എംബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈമിൽ റിവീൽ ചെയ്യുന്ന കാര്യം എന്ന് ആലോചിക്കുക. അത് പെട്ടെന്ന് എന്താണ് എല്ലാവരെയും കൂട്ടിയിരുത്തി നമ്മൾ എന്താണ് നാഷണൽ എംബ്ലം ഇങ്ങനെ റിവീൽ ചെയ്ത് കാണിക്കാന്ന് ആലോചിക്കുക. അപ്പൊ എന്താണ് അത് റിപ്പബ്ലിക് ആവുന്നതിന്റെ അന്നാണ് എന്ത് നാഷണൽ എംബ്ലവും അതുപോലെ സുപ്രീം കോർട്ടും എന്താണ് നിലവിൽ വന്നത്. അപ്പൊ ഇത് രണ്ട് പഠിക്കാൻ എളുപ്പമുണ്ട് അല്ലെ? സുപ്രീം കോർട്ടും എന്താണ് നാഷണൽ എംബ്ലവും ഒരുമിച്ച് പഠിക്കുക. അതുപോലെ എന്താണ് നാഷണൽ സോങ്ങും നാഷണൽ ആന്തവും ഒരുമിച്ച് പഠിക്കുക. അതുപോലെ നാഷണൽ ഫ്ലാഗ് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുക. ഇത് പഠിക്കാൻ എളുപ്പം. 1947 ജൂലൈ 22. ഓക്കെ, ജാനുവരി 22 അല്ല, ജൂലൈ 22 ആണ് മാറിപ്പോയത് കേട്ടോ. അപ്പം 5 പഠിച്ചു. നാഷണൽ ഫ്ലാഗ്, നാഷണൽ ആന്തം, നാഷണൽ സോങ്, നാഷണൽ എംബ്ലം ആൻഡ് സുപ്രീം കോർട്ട്. അപ്പൊ കമ്പൈൻ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ രണ്ടെണ്ണം വെച്ച് എന്താണ് കമ്പൈൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് രൂപീകൃതമായത് എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയണ്ടേ? അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വഴിയാണെന്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ ആയിട്ട് എന്താണ് ഫ്രെയിം ചെയ്ത് എടുത്തത്. അപ്പൊ നമുക്ക് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീസ് എന്താണ് മെമ്പേഴ്സിനെ കുറിച്ച് പഠിക്കണം. എന്തൊക്കെ ഒത്തിരി മെമ്പേഴ്സ്, 7 മെമ്പേഴ്സ് ഉണ്ട്. ഈ മെമ്പേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഏത് കമ്മിറ്റിയാണ് ഹെഡ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണെന്ത് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എപ്പോഴും ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അറിയാം, ഡോക്ടർ BR അംബേദ്കർ ആണെന്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ ആണെന്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഹെഡ്. എപ്പോഴും ചോദ്യമാണ് ഹൂ ഫ്രെയിം അല്ലെങ്കിൽ ഹൂ ഇസ് ദ ഹെഡ് ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഓക്കെ, ഫസ്റ്റ് ഡ്രാഫ്റ്റ് വന്ന് ഫെബ്രുവരി 1948. ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഫ്രെയിം ചെയ്ത് ഫെബ്രുവരി 1948 ഫസ്റ്റ് ഡ്രാഫ്റ്റ് വന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇതൊക്കെ ഒരു യൂഷ്വൽ ചോദ്യമാണ്. എപ്പോഴും എന്താണ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെ എല്ലാവർക്കും ഓൾമോസ്റ്റ് എന്താണ് ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണിത്, ആരാണ് ഇതിന്റെ ഹെഡ് എന്നൊക്കെ ഉള്ളത്. നമുക്ക് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ പോകാം. അതായത് ബാക്കിയുള്ള മെമ്പേഴ്സിന്റെ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അതർ മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഓക്കെ, അതർ മെമ്പേഴ്സ് വെച്ചാൽ ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി വേർ ഡോക്ടർ KM മുൻഷി, മുഹമ്മദ് സാദുള്ള, N ഗോപാലസ്വാമി അയ്യങ്കർ, അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, N മാധവറാവു ആൻഡ് TT കൃഷ്ണമാചാരി. ചിലപ്പോൾ ചോദിക്കാം വിച്ച് വൺ ഓഫ് ദ പേഴ്സൺസ് വാസ് എ പാർട്ട് ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാണ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പേരുകൾ എന്താണ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വൺസ് എന്താണെന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, വായിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, അപ്പം അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി വേർ, ഈ പേരുകൾ എന്താണ് ഒന്ന് മനസ്സിൽ വെക്കുക. ഇല്ല, ജാനുവരി 26 ആണ് കേട്ടോ. ജാനുവരി 26 ആണ്. ഓക്കെ, ഈ ലാസ്റ്റ് 2 പേരുകൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്താണ് ഇവര് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഇടയ്ക്ക് വെച്ച് എന്താണ് റീപ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതായത് N മാധവറാവും TT കൃഷ്ണമാചാരി എന്താണ് ഇവർ രണ്ടുപേരും ഒന്ന് റീപ്ലേസ് ആയി വന്നിട്ടുണ്ട്. ഇത് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. എങ്ങനെയാണ്? അതായത് മാധവറാവു അല്ലേ, ഇത് നോക്കി M അല്ലേ മാധവറാവു. മാധവറാവു M അല്ലേ, അപ്പം M റീപ്ലേസ് ചെയ്ത് M മിറ്റർ M കൂട്ടിയുള്ള ആളാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ M റീപ്ലേസ് ചെയ്ത് വന്നത് M കൂട്ടിയുള്ള ആളാണ്. അടുത്ത്
കെ കൃഷ്ണമാചാരി എന്നല്ലേ കെ. അപ്പം കെ റീപ്ലേസ് ചെയ്തെന്ന് ആരാണ്? TP ഖൈത്താൻ. കെ വച്ച് റീപ്ലേസ് ചെയ്ത വ്യക്തിയാണെന്ന് ആലോചിക്കുക. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് രണ്ടും എന്താണ്? റീപ്ലേസ്ഡ് മെമ്പേഴ്സ് ആയതുകൊണ്ട് എന്താണ് എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് മാധവറാവ് റീപ്ലേസ്ഡ് ബൈ BL മിറ്റർ ആൻഡ് കൃഷ്ണമാചാരി റീപ്ലേസ്ഡ് ബൈ DP ഖൈത്താൻ. ഓക്കെ, അപ്പൊ ഈ റീപ്ലേസ്ഡ് ആയ പേരുകൾ നോട്ട് ചെയ്ത് വെക്കുക. കൂടെ എന്താണ്? ഈ 5 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന്റെ പേരുകളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഓരോ, ഞാൻ പറഞ്ഞല്ലോ 8 മേജർ കമ്മിറ്റീസും 13 മൈനോറിറ്റി കമ്മിറ്റീസ് എന്താണ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എല്ലാം എന്താണ് നമ്മൾ പഠിക്കണമെന്നില്ല. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ എന്താണ് ഒത്തിരി സാധ്യതയുള്ള കുറെ കമ്മിറ്റീസ് ഉണ്ട്. അത് നമുക്ക് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അത് പഠിക്കാൻ എങ്ങനെ ഇത് ട്രിക്കിലൂടെ ഇത് പഠിക്കാമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് പറയുവാണെങ്കിൽ ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു 3 കമ്മിറ്റീസ് ആണ് എന്ത് ഹെഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. നോക്കിയേ, ഇവിടെ 3 കമ്മിറ്റീസ് ഇല്ലേ? ഈ 3 കമ്മിറ്റീസ് ആണ് എന്ത് ജവഹർലാൽ നെഹ്റു ഹെഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്കൊരു 3 കീവേഡ് എടുക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് കീവേഡ് ആണ് പവർ. ഓക്കെ, ഫസ്റ്റ് കീവേഡ് ആണ് പവർ. അടുത്ത കീവേഡ് ആണ് യൂണിയൻ. ഓക്കെ, മേളിലെ യൂണിയൻ ഉണ്ട്, അത് കാര്യമാക്കണ്ട. അടുത്ത് പവർ എടുത്താൽ മതി, പവർ. അടുത്ത കീവേഡ് ആണ് സ്റ്റേറ്റ്. ഈ 3 കീവേഡ്സും എടുക്കുക. സാർ ഇതിന്റെ നോട്ട്സ് കിട്ടില്ലേ? നോട്ട്സ് കിട്ടും. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടില്ലേ നോട്ട്സ് വരുമെന്ന്. അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ 3, പക്ഷേ ഇതിന്റെ നമ്മൾ പറയുന്ന ട്രിക്സ് കാര്യങ്ങളൊന്നും എന്താണ് നിങ്ങളുടെ നോട്ട്സിൽ തരുന്ന നോട്ട്സിൽ കാണില്ല. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്രിക്സ് കാര്യങ്ങളില്ല. കറക്റ്റ് ഈ നോട്ട് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതുപോലെ ജവഹർലാൽ നെഹ്റു എടുക്കുക അല്ലെ. അപ്പൊ ജവഹർലാൽ നെഹ്റുക്ക് നമ്മൾ പഠിക്കുന്ന 3 കീവേഡ് ആണ് യൂണിയൻ, സ്റ്റേറ്റ്, പവർ. അതായത് യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും പവർ ആരുടെയിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലാണെന്ന് ആലോചിക്കുക. കാരണം ഈ കീവേഡ്സ് കൂട്ടി വരുന്ന വേറെ കമ്മിറ്റീസ് ഒന്നുമില്ല. അപ്പൊ ഈ ഒരു കീവേഡ് ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോൾ അല്ലെ. നമുക്ക് എന്താണ്? നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഗോൾ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ആ മാർക്ക് ആ ക്വസ്റ്റ്യൻ എന്താണ് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അപ്പം അത് എങ്ങനെ വേണം പഠിക്കുക. അത് മൊത്തം പഠിക്കണം നിർബന്ധമൊന്നുമില്ലോ. നമുക്ക് ഏതൊരു കീവേഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ കീവേഡുമായിട്ട് എന്താണ് ആ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്യാൻ പറ്റിയാൽ അതല്ല ഏറ്റവും ബെറ്റർ. നമുക്ക് ഒത്തിരി മെമ്മറൈസ് ഇരിക്കേണ്ട ആവശ്യമില്ലോ. അപ്പം യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും പവർ ആരുടെയിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലാണെന്ന് ആലോചിക്കാം. ഓക്കെ, ഇതാണ് യൂണിയന്റെയും അതുപോലെ സ്റ്റേറ്റിന്റെയും പവർ ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യിലാണ്. ഇനിയിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് യൂണിയൻ പവർ കമ്മിറ്റി. അപ്പൊ പവർ എന്നുള്ള കീവേഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ പവർ വെച്ചെന്താണ് നിങ്ങൾ ആലോചിച്ചത്? യൂണിയൻ, സ്റ്റേറ്റ്, പവർ ആരുടെ? ജവഹർലാൽ നെഹ്റുവിന്റെ. അപ്പൊ എന്താണ്? അത് ജവഹർലാൽ നെഹ്റു ഹെഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്താണ് രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, രാജേന്ദ്ര പ്രസാദ് എങ്ങനെയായിരിക്കും നമുക്ക് രാജേന്ദ്ര പ്രസാദ് കണക്ട് ചെയ്യാൻ പറ്റുക? രാജേന്ദ്ര പ്രസാദ്, ഓക്കെ, ഞാൻ അദ്ദേഹത്തിന് ഒരു കാർ റേസർ ആയിട്ട് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്താണ്? ഒരു കാർ റേസർ ആയിട്ട് എന്താണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പം ഇങ്ങനെ വരുമ്പോഴേക്കും ഒരു കീവേഡ്സ്, നമുക്ക് കുറച്ച് കീവേഡ്സ് എടുക്കാം. ഫസ്റ്റ് എന്താണ്? റൂൾസ് ഒരു കീവേഡ് എടുക്കാം. അടുത്ത് സ്റ്റിയറിംഗ് ഒരു കീവേഡ് എടുക്കാം. അടുത്ത് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് അങ്ങനെ എടുക്കാം. അതുപോലെ നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ ഫ്ലാഗ് ഇത് 4 ഒരു കീവേഡ് പോലെ എടുക്കാം. ഇനി എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യാം? ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തെ നമുക്കൊരു കാർ റേസർ ആയിട്ട് എന്താണ് ആലോചിക്കാൻ ഞാൻ പറഞ്ഞു അല്ലെ. കാർ റേസർ. അപ്പം നമ്മുടെ F1 റേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഓക്കെ, അല്ലെങ്കിൽ മോട്ടോർ GP അങ്ങനെ ഹ്യൂജ് വലിയ ഇവന്റുകളില്ലേ? അപ്പൊ അതിനകത്ത് ഒരു കാർ റേസർ ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആലോചിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു റേസിംഗ് പ്രോഗ്രാം ആകുമ്പോൾ എന്തായാലും റൂൾസ് ആണല്ലേ? ശരിയല്ലേ? റൂൾസ് ഇല്ലേ? റൂൾസ് കാണില്ലേ? കൃത്യമായിട്ടുള്ള റൂൾസ് ഇല്ല. അല്ലാണ്ട് എന്താണ് ഒരു കാർ അങ്ങോട്ട് പോകും ഒരു കാർ ഇങ്ങോട്ട് പോകും അങ്ങനെയാണോ? അല്ലല്ലോ, കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്യില്ലേ? പറ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. എല്ലാവരും ഉണ്ടോ നോക്കട്ടെ അവിടെ. യെസ് ഇല്ലേ? യെസ്, എല്ലാവരും ഉണ്ടോ? ഓക്കെ, കൃത്യമായിട്ട് റൂൾസ് കാണും. ഇനി അത് മാത്രമല്ല, ഇനി നമ്മൾ റൂൾസ് ഒരു കീവേഡ് പഠിച്ചു, റൂൾസ്. ഇനി ഒരു റേസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു കാർ റേസർ പറയുമ്പോഴേക്കും കാർ റേസർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്റ്റിയറിംഗ് ആണല്ലേ? സ്റ്റിയറിംഗ് ഇല്ലേ? ആ കാർ എന്തായാലും സ്റ്റിയറിംഗ് ആണല്ലേ? ഇല്ലേ? അപ്പം സ്റ്റിയറിംഗ് കണക്ട് ചെയ്യാം. ശരിയല്ലേ? സ്റ്റിയറിംഗ് കണക്ട് ചെയ്യാം. ഇനി അടുത്തത് ഇതുപോലൊരു ഹ്യൂജ് ഇവന്റ് നടത്തണമെങ്കിൽ നല്ല ഫിനാൻസ് ആവശ്യമില്ലേ? നല്ല ഫിനാൻസും അതുപോലെ എന്താണ് നല്ല സ്റ്റാഫുകളും ആവശ്യമില്ലേ? ചെറിയ ഇവന്റ് ആണോ? വലിയ ഹ്യൂജ് ഇവന്റ് ആണ്. അതുപോലെ നല്ല എന്താണ് പണം ചെലവാകുന്ന ഒരു ഇവന്റ് ആണ് അല്ലെ? അപ്പം ഹ്യൂജ് ഫിനാൻസ് ആൻഡ് സ്റ്റാഫ്, ഒരുപാട് സ്റ്റാഫുകൾ എന്താണ് ഇതിന് ആവശ്യം വരില്ലേ? അപ്പം ഫിനാൻസ് ആൻഡ് സ്റ്റാഫ്. ഇനി ലാസ്റ്റ് വൺ, നമ്മൾ ഈ റേസ് ഒക്കെ ജയിച്ച് കഴിയുമ്പോഴേക്കും എന്താണ് ഫോട്ടോ ഫിനിഷ് ആകുമ്പോഴേക്കും ഫ്ലാഗ് ഉയർത്തി ഇങ്ങനെ വീശണ്ടിട്ടില്ലേ? ഇല്ലേ? റേസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴേക്കും ഫ്ലാഗ് വീശണ്ടിട്ടില്ലേ?
നിങ്ങളൊക്കെ റേസ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും എന്താണ് ഫസ്റ്റ് എന്താണ് ജയിച്ച അടുത്തുമ്പോഴേക്കും ഫ്ലാഗ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കില്ലേ റേസിന്റെ അവസാനം അല്ലേ? രാജ്യാന്തര കമ്മിറ്റി അഥവാ റേസിംഗ് കമ്മിറ്റി അല്ലെ? റേസിംഗ് കമ്മിറ്റി ആലോചിച്ചാൽ മതി. അപ്പൊ റേസുമായിട്ട് കണക്ട് ചെയ്താണ് നമുക്ക് ഈ 4 കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു, ഫസ്റ്റ് എന്താണ് രാജ്യാന്തര കമ്മിറ്റിനെ ഓക്കെ നമ്മുടെ അഭിഷേക് പറഞ്ഞ പോലെ തന്നെ ഒരു റേസിംഗ് കമ്മിറ്റി ആയിട്ട് നമ്മൾ പറയുവാണ്. എന്നിട്ട് എന്താണ് ഈ റേസിന് നമ്മൾ ഒന്നുകൂടെ പറയാം, അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഈ കമ്മിറ്റിക്ക് ഫുൾ ഒരു റൂൾസ് അല്ലെ, കംപ്ലീറ്റ് ഒരു റൂൾസ് ആവശ്യമുണ്ട്. അത് മാത്രമല്ല ഇതെന്താണ് ഇതിന് കൃത്യമായിട്ടുള്ള ഫിനാൻസ്, നല്ല ഹ്യൂജ് ഫിനാൻസും സ്റ്റാഫും എന്താണ് ഇതിന് ആവശ്യമുണ്ട്. അടുത്താണ് ഈ കാർ അല്ലെ, കാറിൽ സ്റ്റിയറിംഗ് ഉണ്ട്, അപ്പൊ അത് കണക്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ ജയിച്ച് ഫോട്ടോ ഫിനിഷ് ആകുമ്പോഴേക്കും ഒരു ഫ്ലാഗ് അല്ലെ, ഫ്ലാഗ് വരും. അപ്പം ഇത് 4 എന്താണ് ഒരാൾ ഹെഡ് ചെയ്ത കമ്മിറ്റിയാണ്, അയാളുടെ പേരും പഠിച്ചു നോക്കുക. ഓക്കെ സെറ്റല്ലേ? ഇനി മറക്കോ? ഇനി കാര്യങ്ങൾ മറന്നുവോ? ഓക്കെ ഇല്ല, സെറ്റ്. അപ്പം അടുത്തത് നെക്സ്റ്റ് വൺ ആണ് ഇനി സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ 3 കമ്മിറ്റീസ് ആണ്. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി ആൻഡ് കമ്മിറ്റി ഓൺ മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള കോമ്പറ്റീവ് എക്സാംസ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നതും ഈ അഡ്വൈസറി കമ്മിറ്റിയും അതുപോലെ ഈ കമ്മിറ്റി ഓൺ മൈനോറിറ്റീസ് ആണ്. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ ബൈ ഹാർട്ട് ചെയ്യുക. ഈ 3 ഈ 2 വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രശ്നം എന്താണ് ഈ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും കൂടെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്താണ് JB കൃപാലിനി ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റിയുടെ ഹെഡ് ആണിത് JB കൃപാലിനി എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ HC മുഖർജി. ഓക്കെ, HC മുഖർജി മൈനോറിറ്റീസ് സബ് കമ്മിറ്റി. ഓക്കെ, HC മുഖർജി ഹെഡ് ചെയ്താണെന്ത് മൈനോറിറ്റീസ് സബ് കമ്മിറ്റി എന്ന് പറയുന്നു കേട്ടോ, മൈനോറിറ്റീസ് സബ് കമ്മിറ്റി. ഓക്കെ, ഒന്നുകൂടെ പറയാം, സർദാർ വല്ലഭായ് പട്ടേൽ 3 JB കൃപാലിനി 1 ആൻഡ് HC മുഖർജി മൈനോറിറ്റീസ് സബ് കമ്മിറ്റി. ഇനി ഒരു 3 കമ്മിറ്റീസും ഉണ്ട്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അതർ കമ്മിറ്റീസ് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ ഹെഡ് ചെയ്താണ് ഹൗസ് കമ്മിറ്റി. ഓക്കെ, ഇതിന് പഠിക്കാൻ ഒരു കോഡുണ്ട്. പട്ടാമ്പിയിലാണ് എന്റെ വീട് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, പട്ടാമ്പിയിലാണ് എന്റെ വീട്. അപ്പൊ വീട് എന്ന് പറയുമ്പോൾ എന്താണ് ഹൗസ് കണക്ട് ചെയ്യാം അല്ലെ. വീട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഹൗസ്. ഓക്കെ, വീട് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഹൗസ് കണക്ട് ചെയ്യാം. അപ്പൊ എന്താണ് പട്ടാഭിയിലാണ് എന്റെ വീട് അല്ലെങ്കിൽ ഹൗസ്. പട്ടാഭിയിലാണ് എന്റെ വീട്. ഇനി അടുത്ത് KM മുൻഷി. KM മുൻഷി ഹെഡ് ചെയ്ത കമ്മിറ്റി ആണെന്ത് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. ഓക്കെ, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. ആൻഡ് ലാസ്റ്റ് വൺ SK ദാർ. SK ദാർ എന്താണ് ഹെഡ് ചെയ്ത കമ്മിറ്റിയാണ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി. ഓക്കെ, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മേജർ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കമ്മിറ്റീസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിന്റെ കോഡ് എന്തായിരുന്നു? പട്ടാഭിയിലാണ് എന്റെ വീട്. അപ്പൊ വീട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് പട്ടാഭി സീതാരാമയ്യ കണക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് പ്രിയാമ്പിൾ അല്ലെ. പ്രിയാമ്പിൾ നമ്മള് പട്ടാഭിയിലാണ് എന്റെ വീട് എന്ന് ആലോചിച്ചാൽ മതി അല്ലെ, പട്ടാഭി ഹൗസ്. ഓക്കെ, ഇനി പ്രിയാമ്പിൾ ആണെന്ത് നമ്മൾ പഠിക്കാൻ പോകും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, എന്തായിരുന്നു പ്രിയാമ്പിളിന്റെ ഒരു തുടക്കം എന്നൊക്കെ പറയുന്നത്? എന്തായിരുന്നു പ്രിയാമ്പിളിന്റെ തുടക്കം? എന്തായിരുന്നു പറഞ്ഞേ? പ്രിയാമ്പിൾ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു? അതല്ല ഉദ്ദേശിച്ചത്. ഈ പ്രിയാമ്പിൾ ആവുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാറില്ല. ജവഹർലാൽ നെഹ്റു ഒരു സംഭവം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, അത് തന്നെ തുടക്കം ഉദ്ദേശിച്ച് ഇതല്ല കേട്ടോ, ഇതല്ല ഉദ്ദേശിച്ച് ഞാൻ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മുമ്പ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെ, അത് ആമുഖം എന്നൊക്കെ പറയും. അതാണ് പിന്നീട് അതേ കാണുന്നതാണ് നിങ്ങളുടെ പ്രിയാമ്പിൾ കേട്ടോ. ഓക്കെ, ഇതാണ് പ്രിയാമ്പിൾ, ആമുഖം എന്ന് പറയുന്നത്. അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിനകത്ത് വേർഡ്സ് ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും എന്താണ് എക്സാംസിന് വരുന്നതാണ്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇത് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ഓർഡർ തന്നെ പഠിച്ചു വെക്കുക. കാരണം എന്താണ് ചില സമയത്ത് എക്സാംസിന് എന്താണ് ഇതിന്റെ ഓർഡർ, കൃത്യമായിട്ടുള്ള ഓർഡർ ഏതാണെന്ന് പറയാൻ എന്താണ് ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ പഠിക്കുക. ഓക്കെ, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്, അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഇനിയുണ്ട് വേർഡ്സ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റർണിറ്റി. ഓക്കെ, ഈ വേർഡ്സ് എന്താണ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ പ്രിയാമ്പിളിലേക്ക് വരുവാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോൾ എന്നറിയപ്പെടുന്നതാണ് അത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം വരാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോൾ എന്നറിയപ്പെടുന്നത് എന്താണ്? അതാണ് എന്ത് പ്രിയാമ്പിൾ. ഓക്കെ,
The preamble is known as the soul of Indian Constitution. Okay, ഇനി നെഹ്റു proposed the idea of preamble. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. അത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ മൂവ് ചെയ്തവരാണ്. അത് ജവഹർലാൽ നെഹ്റു ആണ്. അത് തന്നെയാണിത് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനകത്ത് പറയുന്ന മെയിനായിട്ട് പറയുന്ന ഐഡിയൽസ് ആണെന്ത് ഈ കാണുന്ന അഞ്ചെണ്ണം. അതായത് സോവറൈൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ അഞ്ച് കാര്യങ്ങളാണിത് നമ്മൾ ഇതിന്റെ ഐഡിയൽസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ പ്രിയാമ്പിള് ആദ്യമേ ഉണ്ടായിരുന്നപ്പോ എന്താണ് ഈ കാണുന്ന പോലെ ഇത്രയും വേർഡ്സ് ഇല്ലായിരുന്നു. ഇതിനകത്ത് കുറച്ച് വേർഡുകൾ എന്താണ് നമ്മൾ പിന്നീട് ആഡ് ചെയ്തതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ വേർഡുകളാണ് നമ്മൾ ആഡ് ചെയ്തത്, അത് ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ്. അമെന്റ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റൂള്, ഓക്കെ, അല്ലെങ്കിൽ എന്താണ് എന്തൊരു കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ അമെന്റ്മെന്റ് ബില്ല് പാസ്സാക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് അമെന്റ്മെന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഏത് അമെന്റ്മെന്റ് വഴിയാണെന്ന് നമ്മൾ ഈ ചേഞ്ചസ് കൊണ്ടുവരുന്നത്, ഓക്കെ, ഏതൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം. ഓക്കെ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഓക്കെ, നമ്മൾ ഈ കാണുന്നത് ഈ മൂന്ന് വേർഡ്സ് ഇല്ലേ, അത് സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. എവിടെയാ ഇന്റഗ്രിറ്റി? യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാകുന്നല്ലോ ഇവിടെ ഇല്ലേ? ഓക്കെ, യൂണിറ്റി ഓഫ് ദ നേഷൻ വാസ് റീപ്ലേസ്ഡ് ബൈ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ഓക്കെ, ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റി ഓഫ് ദ നേഷൻ എന്താണ്, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്താണ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് വേർഡ്സ് ഇത് നിർബന്ധമായിട്ട് എന്താണ് നിങ്ങൾ പഠിക്കണം. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഈ സോഷ്യലിസ്റ്റ്, സെക്യുലർ, സോവറൈൻ അത് ഇതൊന്നും തമ്മിൽ മാറിപ്പോരുത്. ചിലപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് സോവറൈൻ കാണുമ്പോൾ പെട്ടെന്ന് സോവറൈൻ ആണെന്ന് വിചാരിക്കരുത്. സോഷ്യലിസ്റ്റും സെക്യുലറും ആണെന്ത് നമ്മള്, അതുപോലെ ഇന്റഗ്രിറ്റി ആണെന്ത് നമ്മൾ പുതുതായിട്ട് ആഡ് ചെയ്തത്. ഇനി ഈ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന രണ്ട് ഇമ്പോർട്ടന്റ് കേസുകളുണ്ട്. ഓക്കെ, അതായത് ഈ പ്രിയാമ്പിള് എന്താണ് ഐഡിയൽസ് അല്ലെ, ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡിയൽസ് എന്നാണ് പ്രപ്പോസ് ചെയ്യുന്ന കാര്യമാണെന്ത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം 1960 ബറൂബറി യൂണിയൻ കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. ഓക്കെ, ഈ കേസ് പറയുന്നത് വെച്ചാൽ സുപ്രീം കോർട്ട് പറഞ്ഞു പ്രിയാമ്പിൾ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗം അല്ല. ഓക്കെ, പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗം അല്ല എന്നാണെന്ത് ഈ കേസ് പ്രകാരം എന്താണ് ആ വിധി വന്നത്. പക്ഷെ പിന്നീട് 1973 കേശവാനന്ദ ഭാരതി കേസ് എന്താണ് ആ വിധി എന്താണ് തിരുത്തി പറഞ്ഞു. അതായത് Supreme Court overruled that its earlier decision and declared that preamble is the part of the constitution. Preamble എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണെന്ന് എന്താണ് തിരുത്തി പറഞ്ഞ കേസാണെന്ന് കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973. ഈ രണ്ട് കേസുകളുടെ ഇയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ എന്താണ് ഇതിന്റെ വിധി എന്നുള്ളത് എന്താണ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചോണം. അപ്പൊ ബറൂബറി കേസ് പറഞ്ഞ എന്താണ് 1960 പ്രിയാമ്പിൾ എന്താണ് വാസ് നോട്ട് ദ പാർട്ട് എന്നാണ് പറഞ്ഞത് അല്ലെ, ഭാഗമല്ല. ഓക്കെ, ഭാഗമല്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ കേശവാനന്ദ ഭാരതി കേസ് എന്ത് സംഭവിച്ചു? ആ സമയത്ത് എന്താണ് സുപ്രീം കോർട്ട് എന്താണ് ഓവർ റൂൾ എന്താണ് ഇത് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗമാണെന്ന് എന്താണ് ഇതിനെ റീപ്ലേസ് ചെയ്ത് പറഞ്ഞു. അപ്പൊ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതുപോലെ ഇത് ആഡ് ചെയ്യപ്പെട്ടത് 42ാമത്തെ അമെന്റ്മെന്റ് പ്രകാരമാണ് 1976 42nd അമെന്റ്മെന്റ്. ഓക്കെ, അത് വരുന്ന സമയത്ത് വരും ക്ലാസ്സുകളിൽ നിന്നാണ് നമുക്ക് പറയാനുള്ളത്. വരും സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇത് പ്രിയാമ്പിൾ ആയിട്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ ഈ പ്രിയാമ്പിളിനെ കുറിച്ച് പല എന്താണ് വാദവൃത്തികളും പല കോട്ടുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കോട്ടുകൾ ഇടയ്ക്ക് എന്താണ് കാണാറുണ്ട് എക്സാമിന്. അതായത് പ്രിയാമ്പിളിനെ പറ്റി ഇങ്ങനെ പറഞ്ഞ ആരാണ്, അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ പറ്റി അങ്ങനെ പറഞ്ഞ ആരാണെന്ന് പറഞ്ഞാണ് ചില ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രിയാമ്പിളിനെ കീ നോട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് കീ നോട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിശേഷിപ്പിച്ചത് ആരാണ്? ഓക്കെ, അതാണ് ഏണസ്റ്റ് ബാർക്കർ. ആരാണ്? ഏണസ്റ്റ് ബാർക്കർ ആണിത് കീ നോട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്താണ് പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ്. എന്താണ് പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ്? ഓക്കെ, പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിശേഷിപ്പിച്ച ആരാണ്? അതാണ് KM മുൻഷി. പണ്ട് ഏഷ്യാനെറ്റിൽ നിങ്ങൾ ഇത് പരിപാടി ഉണ്ടോ? ഓർമ്മയുണ്ടോ മുൻഷി? ഓർമ്മയുണ്ടോ മുൻഷി എന്ന് പറഞ്ഞ പ്രോഗ്രാം? പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പണ്ടായിരുന്നു അതിന്റെ പോപ്പുലാരിറ്റി കൂടുതൽ. എല്ലാവരും കണ്ടിട്ടില്ലേ മുൻഷി എന്ന് പറഞ്ഞ പ്രോഗ്രാം? ഓർമ്മയില്ലേ? ഓക്കെ, എന്തായിരുന്നു അതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെ? ഇപ്പോഴത്തെ ഒരു ട്രോള് പോലെയൊക്കെ അല്ലെ? ഇപ്പോഴത്തെ ഒരു ട്രോള് പോലെയൊക്കെ അല്ലെ? യെസ്, കണ്ടിട്ടുണ്ടല്ലേ? അതെ അല്ലെ, ഒരു പൂങ്കോഴിനെ തല വെച്ച് ഒരു മുട്ടയപ്പും വരും അല്ലെ, അല്ലായിരുന്നോ? അപ്പൊ അവിടെ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നേ. അപ്പൊ കണക്ട് ചെയ്യാം നമുക്ക് പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ്. ഓക്കെ, KM മുൻഷി. പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് KM മുൻഷി. ഓക്കെ, പൊളിറ്റിക്കൽ
ഹൊറോസ്കോപ്പ്, അങ്ങനെ എന്താണ് മുൻഷി എന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, മുൻഷി കണക്ട് ചെയ്യാൻ പറ്റില്ലേ? പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ലെ, നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ എന്താണ് ഫേസ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ആയിട്ട് ഇഷ്യൂസ് ചർച്ച ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു എന്ത് മുൻഷി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യുക. പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് എന്ന് ഇതിനെ വിളിച്ചതാരാണ്? KM മുൻഷിയാണ്. ഇനി അടുത്താണ് ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓക്കെ, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേക്കും പറയും നാളെ നമുക്ക് വൈകുന്നേരം അനൗൺസ്മെന്റ് വരും, നാളെ ഐഡന്റിറ്റി കാർഡ് ഫോട്ടോ എടുപ്പാണെന്നൊക്കെ പറയും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ കുളിച്ചൊരുങ്ങി നല്ല സുന്ദര കുട്ടന്മാരും ഒക്കെ ആയിട്ട് എന്താണ് നേരെ ചെല്ലും. എന്നിട്ട് എന്താണ് നല്ല ചിരിച്ച് എന്താണ് ഫോട്ടോ എടുക്കില്ലേ, പല്ലൊക്കെ കാണി ചിരിച്ചെന്ന് ഫോട്ടോ എടുക്കില്ലേ ഐഡന്റി കാർഡില്? ഇല്ലേ? ഓർമ്മയുണ്ടോ? ആ കാലം ഓർമ്മയുണ്ടോ? മറന്നുപോയോ? സ്കൂൾ ജീവിതം ഓർമ്മയുണ്ടോ ആ കാലം? യെസ് അല്ലേ? എന്നിട്ട് അവസാനം ഫോട്ടോ വരുമ്പം ആധാർ കാർഡിൽ എടുത്ത ഫോട്ടോ പോലെ ആവും അല്ലെ? അങ്ങനല്ലേ? ഓക്കെ, അപ്പം അങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഐഡന്റിറ്റി കാർഡ്. ഓക്കെ, നമ്മളിപ്പോ ഞാൻ പറഞ്ഞത് വെച്ചാൽ ആ ചിരിച്ച് പല്ല് കാണിച്ചുള്ള ചിരി അത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, അതായത് ഐഡന്റിറ്റി കാർഡ് കണക്ട് ചെയ്യാൻ എന്താണ്? അത് എന്നെ പൽക്കിവാല, അത് പല്ല് കാണിച്ച് ചിരിച്ച് എന്താണ് നമ്മൾ ഐഡന്റി കാർഡിന്റെ ഫോട്ടോ എടുക്കുന്നു. ഐഡന്റി കാർഡിലേക്കുള്ള ഫോട്ടോ അല്ല ചിരിച്ച് നിന്ന് എടുക്കുന്നു. അത് ആലോചിച്ചാൽ ഐഡന്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നെ പൽക്കിവാല. ഇനി അടുത്താണ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിനെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ച ആരാണ്? അത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവയാണത് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ വിശേഷിപ്പിച്ചു. അപ്പൊ 4 കാര്യങ്ങൾ പഠിച്ചു അല്ലെ? എന്തൊക്കെയാണ്? ഒന്ന്, കീ നോട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഏണസ്റ്റ് ബാർക്കർ. രണ്ടാമത്തെന്താണ്? പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ്. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? മുൻഷി കണക്ട് ചെയ്യുക. ആൻഡ് ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യണം? പല്ല് കാണിച്ച് അല്ലെ? അപ്പം പൽക്കിവാല. ആൻഡ് ലാസ്റ്റ് വൺ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ വിശേഷിപ്പിച്ചത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ. ഇത്രയും കാര്യങ്ങളാണിത് പ്രിയാമ്പിളിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, കീ ബാങ്കർ എന്ന കോഡ് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. കീ ബാങ്കർ കൊള്ളാം. മുഹമ്മദ് അൽത്താഫ് കൊള്ളാം. ഓക്കെ, കീ ബാങ്കർ. ഓക്കെ, ബാങ്കർ എന്ന് ആലോചിച്ചാൽ ബാങ്കിന്റെ കീ എന്നൊക്കെ ആലോചിച്ചാൽ വേണമെങ്കിൽ ബാർക്കർ കിട്ടും കേട്ടോ. കീ ബാങ്കർ, കീ ബാങ്കർ എന്ന് ആലോചിക്കുക, അപ്പൊ ബാർക്കർ കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? പ്രിയാമ്പിളുള്ള കാര്യങ്ങൾ ക്ലിയർ ആണോ? ബാക്കിയിലേക്ക് പോവാം. ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര ലെങ്തിയസ്റ്റ്, വേൾഡിൽ തന്നെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്കാണെന്ത് നമ്മുടെ എന്ന് പറയുന്നത്. ഓക്കെ, ലെങ്തിയസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്രിഹെൻസീവ് ലോ ബുക്കാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, 1974 എന്താണ് ഇതില് 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, 8 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു, 22 പാർട്സ് ഉണ്ടായിരുന്നു. എത്രയാണ്? 395 ആർട്ടിക്കിൾസ്, 8 ഷെഡ്യൂൾസ്, 22 പാർട്സ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. അത് ആദ്യമേ തുടക്ക സമയത്ത് എത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു, എത്ര പാർട്സ് ഉണ്ടായിരുന്നു, എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പം എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്, എത്ര ഷെഡ്യൂൾ ഉണ്ട്, എത്ര പാർട്സ് ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞാല് 395, 8 ഷെഡ്യൂള്, അതുപോലെ 22 പാർട്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയുണ്ട്? ഇപ്പം 448ഓളം എന്താണ് ആർട്ടിക്കിൾസ് ഉണ്ട്, 12 ഷെഡ്യൂൾ ഉണ്ട്, 25 പാർട്സ് ഉണ്ട്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, എത്ര ഷെഡ്യൂൾ ഉണ്ട്? അപ്പൊ 8 എന്നുള്ള എന്താണ്? 8 എന്നുള്ള 4 കൂടി 12 ആയി, 22 എന്നുള്ള എന്താണ്? 3 കൂടി 25 ആയി. ഓക്കെ, നോട്ട് ചെയ്ത് കേട്ടോ. 395, 448 ആയി, 8 എന്തായി? 12 ആയി, 22, 25 ആയി. ഇനി എന്താണ് ഈ ഷെഡ്യൂൾസ്, ആർട്ടിക്കിൾസ്, പാർട്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷിലേക്കും അതുപോലെ എന്താണ് ഹിന്ദിയിലേക്കും തർജ്ജമ ചെയ്ത ആൾക്കാരുടെ പേരുകൾ നമുക്ക് നോട്ട് ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് നല്ല ചോദ്യമായിട്ട് എന്താണ് കാണാറുണ്ട്. ഇപ്പൊ കോമ്പറ്റീഷൻ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല പീക്ക് ലെവലില് വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് എല്ലാവർക്കും എന്താണ് ഓൾമോസ്റ്റ് കുറച്ച് ആൾക്കാർക്ക് എന്താണ് കുറച്ചല്ല ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ അറിയാം. അപ്പൊ അത് ചോദിച്ചെന്നോർത്ത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടില്ല. കാരണം ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾക്കും അറിയണം. പ്ലസ് എന്താണ് അവർക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷിൽ എഴുതിയ വ്യക്തിയാണത് പ്രേം ബിഹാരി നാരായൺ റൈസാദ. വെരി വെരി ഇമ്പോർട്ടന്റ്. പ്രേം ബിഹാരി നാരായൺ റൈസാദ ആണെന്ത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഹാൻഡ് റിട്ടൺ. ഇനി ഇത് ഹിന്ദി വേർഷനിലേക്ക് തർജ്ജമ ചെയ്ത് എഴുതിയ ആളുടെ പേരാണെന്ത് വസന്ത കൃഷ്ണ വൈദ്യ. വസന്ത കൃഷ്ണ വൈദ്യ.
വസന്തകൃഷ്ണ വൈദ്യാനന്ദ് ഇത് ഹിന്ദി വേർഷനിലേക്ക് തർജ്ജമ ചെയ്ത്. ഇനി ഇതിന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് എസ്.എൻ. മുഖർജി ആട്ടോ. എസ്.എൻ. മുഖർജി. എസ്.എൻ. മുഖർജിയാണിത് ഇതിന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം പഠിക്കാം. ഇതൊക്കെയാണ്. ഒന്ന് ഇംഗ്ലീഷിൽ എഴുതാനാണ്, അത് പ്രേം ബിഹാരി നാരായൺ റായ്സാദ. അതുപോലെ ഇതിന്റെ ഹിന്ദി വേർഷൻ എഴുതിയാണ്, വസന്ത കൃഷ്ണ വൈദ്യ എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരാണെന്ന് വെച്ചാലാണ് അത് എസ്.എൻ. മുഖർജി. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് നോട്ടാക്കിയാണത് നിങ്ങൾക്ക് തരുന്നത്. അത് മാത്രമല്ല ഇനി ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരു തവണ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണിത്, നിങ്ങൾ ഈ കാണുന്നില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോഴേക്കും ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് കീ വേർഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചില സ്ഥലങ്ങളിൽ എന്താണ് ഈ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ എന്താണ് ഒരു ആക്ടിൽ നിന്നായിരിക്കും കുറച്ച് കാര്യങ്ങൾ എടുത്ത്, ചിലപ്പം ഒരു കൺട്രീസിൽ നിന്നായിരിക്കും എടുത്ത്. അപ്പം നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എവിടെ നിന്നാണ് എടുത്ത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തതെന്ന് നമ്മൾ പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒത്തിരി ഉണ്ട്, പക്ഷെ ചിലതൊക്കെ എന്താണ് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം, കുറച്ച് എളുപ്പമൊക്കെ കാണും. ഓക്കെ, ബാക്കിയുള്ള എന്താണ് നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935? ഓക്കെ, 1935. ഇവിടെ നിന്ന് നമ്മൾ എന്തൊക്കെ കടമെടുത്തിട്ടുണ്ട്? 4 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഓഫീസ് ഓഫ് ദ ഗവർണർ, ഫെഡറൽ കോർട്ട്, PSC ആൻഡ് എമർജൻസി. ഈ 4 കാര്യങ്ങളോട് നമ്മൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 എന്നാണ് നമ്മൾ കടം എടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെ പഠിക്കാം ഒന്ന് ആലോചിക്കുക. നിങ്ങൾ എന്തെങ്കിലും കോഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി, നിങ്ങൾക്ക് തന്നെ നോക്കി എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. കേട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് 4 കണക്ട് ചെയ്യാൻ പറ്റുന്നു നോക്കി. അതായത് ഗവൺമെന്റ് കണക്ട് ചെയ്യുക, കുറച്ച് കീവേഡ്സ് കണക്ട് ചെയ്യാൻ മതി അല്ലേ. ഗവൺമെന്റ് കണക്ട് ചെയ്യുക, അതുപോലെ എന്താണ് ഓഫീസ് കണക്ട് ചെയ്യുക, അതുപോലെ കോർട്ട് കണക്ട് ചെയ്യുക, അതുപോലെ PSC കണക്ട് ചെയ്യുക, എമർജൻസി കണക്ട് ചെയ്യുക. എന്തെങ്കിലും കോഡ് കിട്ടുന്നുണ്ടോ നോക്കി. നിങ്ങൾ പറയുന്ന കോഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കഥ പോലെ വരുന്നുണ്ടോ നോക്കി. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഞാനവിടെ പറഞ്ഞുതരാം. ഓക്കെ, ബെറ്റർ നിങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കത് എടുക്കാം. അതായത് ഗവൺമെന്റിന്റെ കോർട്ട് ഓഫീസിൽ, ഓക്കെ, കോർട്ടിന്റെ ഓഫീസ്, അതായത് ഗവൺമെന്റിന്റെ കോർട്ട് ഓഫീസിൽ എന്താണ് ഗവർണർ കോർട്ടിൽ വന്ന് എമർജൻസി ആയി PSC എഴുതി. അശ്വിൻ കൊള്ളാം, അടിപൊളി. അങ്ങനെ പറയാം. ഗവർണർ കോർട്ടിൽ വന്ന് എമർജൻസി ആയിട്ട് PSC എഴുതി പോയി. കൊള്ളാം അശ്വിന് ഒരു ഓക്കെ, ഒരു കൈയടി കൊടുക്കാം. അശ്വിൻ പി കമന്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളായിരുന്നു കേട്ടോ കോഡ്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച വേറൊന്നായിരുന്നു, അശ്വിന്റെ കൊള്ളാം. ഓക്കെ, അതായത് ഗവർണറുടെ എല്ലാവരും വേണമെങ്കിൽ നോട്ട് വെച്ചോ. ഗവർണർ കോർട്ടിൽ വന്ന് എമർജൻസി ആയിട്ട് എന്താണ് PSC പരീക്ഷ എഴുതിയിട്ട് പോയി. ഓക്കെ, അപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഒരു കണക്ഷൻ കൂടെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാൻ ഗവൺമെന്റ് തൊട്ട് തുടങ്ങി കേട്ടോ. നമുക്ക് ഏത് ആക്ടിൽ നിന്ന് എടുത്തതെന്ന് അറിയണ്ടേ, അതിനാണ് ഞാൻ ഗവൺമെന്റും കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ എന്താണ് കോർട്ട് ഓഫീസിൽ PSC വഴി എന്താണ് എമർജൻസി ആയിട്ട് വേക്കൻസി വിളിച്ചു അല്ലെങ്കിൽ വേക്കൻസി വന്നു, അങ്ങനെ ആലോചിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇത് കണക്ട് ചെയ്യുക. എന്നിട്ടാണ് ഗവർണർ എന്ന് പറയുമ്പോൾ എന്താണ് ഗവൺമെന്റിന്റെ ആളാണല്ലോ, അങ്ങനെ കണക്ട് ചെയ്താലും മതി. ഓക്കെ, നെക്സ്റ്റ് ആണ് USA. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള കാര്യമാണെന്ത് US എടുത്തിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സും ഉണ്ട്, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഇത് തമ്മിൽ എപ്പോഴും എന്താണ് മാറിപ്പോവാറുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണോ, പെട്ടെന്ന് എന്താണ് നിങ്ങൾ എക്സാമിന് കയറിക്കുമ്പോഴേ നിങ്ങൾ പാനിക് ആവും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ വരും. ഫണ്ടമെന്റൽ എന്താണ് അനുശ്രീ, അത് കുറച്ച് ലെങ്തി ആയി പോയില്ലേ. PSC എക്സാംസ് പ്രോപ്പർ ആയിട്ട് നടക്കാത്തതുകൊണ്ട് സ്റ്റുഡൻസ് കോർട്ട് കേസ് കൊടുത്തു. അപ്പൊ കോർട്ട് എമർജൻസി ആയിട്ട് ഗവർണറോട് തീരുമാനം ഉണ്ടാക്കാൻ അന്വേഷിച്ചു. അതൊക്കെ കുറച്ച് ലെങ്തി ആയി പോലെ. അത്ര ലെങ്ത് നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് വളരെ ഷോർട്ട് ആയിട്ട് അല്ലെ, നമ്മള് ബ്രെയിനിൽ എന്താണ് വളരെ കുറച്ചായിട്ട് ഫീഡ് ചെയ്യാനുള്ളതായിരിക്കും കുറച്ചും കൂടെ ഒരു എന്താണ്
ഐഡിയ എനിക്ക് തോന്നുന്നു കേട്ടോ. എന്നാലും അനുശ്രീയുടെ കോഡ് നന്നായിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ യു എസ് എടുക്കുകയാണെങ്കിൽ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും മാറിപ്പോകാറുണ്ട് പലർക്കും. പെട്ടെന്ന് നമ്മൾ എക്സാം അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും യു എസ് എന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണോ, ഒരു കൺഫ്യൂഷൻ നമുക്ക് വരും. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ പാടില്ല. നിങ്ങൾ എങ്ങനെ ഓർത്താൽ മതി, ഉഷാർ എന്ന് ഓർത്താൽ മതി. ഉഷാർ. ഓക്കെ, ഉഷാറായിട്ടിരുന്ന് എക്സാം എഴുതുക. ഉദ്ദേശം വെച്ചാൽ യു എസ് എ എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, അതാ ഉദ്ദേശിച്ചത് കേട്ടോ. ഉഷാർ എന്ന് പറയുന്നത് കേട്ടോ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആലോചിക്കുക. കാരണം അത് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. യു എസ് എ ആർ ഉഷാർ എന്നാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അതുപോലെ പ്രിയാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പ്രിയാമ്പിൾ ഒക്കെ എന്താണ്, അത് യു എസ് നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ആണത് ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് നെക്സ്റ്റ് വൺ ഇംപീച്ച്മെന്റ് ആൻഡ് ലാസ്റ്റ് വൺ ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം, ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഓക്കെ, ഒന്ന് ഇമാജിനറി വേൾഡിലേക്ക് ആലോചിക്കാം കേട്ടോ. നമ്മൾ യു എസ് എയിലേക്ക് പോകുന്ന വിചാരിക്കാം. ഞാൻ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, ഏകദേശം ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. നമ്മൾ യു എസ് എയിലേക്ക് പോകാന്ന് വിചാരിക്കാം. അപ്പൊ യു എസ് എയിൽ നടക്കുന്ന ഒരു കണ്ടീഷൻ വെച്ച് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് യു എസ് എയിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എന്താണ്, യു എസ് എയിലെ പ്രസിഡന്റും എന്താണ് വൈസ് പ്രസിഡന്റും, ഇവർ രണ്ടുപേരും എന്താണ് പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുള്ള എന്താണ് കാര്യങ്ങൾ വയലേറ്റ് ചെയ്തു എന്ന് ആലോചിക്കാം. ആരൊക്കെയാണ്, യു എസ് എയിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രിയാമ്പിളിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്തു എന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെ വയലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും വയലേറ്റ് ചെയ്യുമ്പോഴും ഇവരെന്താണ്, ഇവരെ ജുഡീഷ്യൽ റിവ്യൂക്ക് നമ്മൾ വിടുകയാണ് അല്ലെ. ആരെങ്കിലും എന്താണ് ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂക്ക് വിടില്ല. നമുക്ക് ഇവിടെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ജുഡീഷ്യൽ റിവ്യൂക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ആലോചിക്കാം, അതായത് യു എസിലുള്ള പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രിയാമ്പിളിലുള്ള കാര്യങ്ങൾ വയലേറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, അവരെ നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ കൊടുത്തു. അങ്ങനെ എന്താണ്, അവര് ഈ കാര്യം വയലേറ്റ് ചെയ്യപ്പെട്ടെന്ന് തെളിയുകയും അവരെ രണ്ടുപേരെയും ഇംപീച്ച്മെന്റ് ചെയ്യുകയും ചെയ്തു. അതായത് അവരെ പുറത്താക്കി. ഇംപീച്ച്മെന്റ് വെച്ചാൽ എന്താണ്, അവിശ്വാസ പ്രമേയമൊക്കെ പറഞ്ഞ് അവരെ പുറത്താക്കി. അപ്പൊ ഇങ്ങനെ ഒരു കഥ പോലെ ആലോചിച്ച് നോക്കുക. അപ്പൊ എന്തൊക്കെയാണ് കഥ എന്ന് പറഞ്ഞേ, അതായത് യു എസ് എയിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവരുടെ പ്രിയാമ്പിളിലെ കാര്യം വയലേറ്റ് ചെയ്തു. അപ്പൊ അവരെ ജുഡീഷ്യൽ റിവ്യൂക്ക് നമ്മൾ അയച്ചു. അപ്പൊ അത് സത്യമെന്ന് തെളിഞ്ഞു, അവരെ ഇംപീച്ച്മെന്റ് ചെയ്തു. പഠിക്കാൻ എളുപ്പല്ലേ? ക്ലിയർ ആണോ? കോഡ് കിട്ടുന്നുണ്ടോ? കണക്ട് ചെയ്യുന്നുണ്ടോ? കോഡ് കിട്ടുന്നുണ്ടോ? പറഞ്ഞേ. യെസ്, സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത് ബ്രിട്ടൻ. ഓക്കെ, കുറച്ച് പാടാൻ പഠിക്കാൻ ഒരു 7 കാര്യങ്ങളുണ്ട്. നോക്കിയേ, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, ക്യാബിനറ്റ് സിസ്റ്റം, റൂൾ ഓഫ് ലോ, ലോ മേക്കിംഗ് പ്രൊസീജിയേഴ്സ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഓഫീസ് ഓഫ് CAG ആൻഡ് റിറ്റ്സ്. ഇത്രയും കാര്യങ്ങളുണ്ട് ബ്രിട്ടനിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. ഇത് ബേസിക്കലി നിങ്ങൾ എന്താ വെച്ചാൽ ബാക്കിയല്ല. ഇപ്പൊ ഇതൊരു 7 കാര്യങ്ങൾ ഒരുമിച്ചുണ്ടല്ലോ, ഇതൊരു 7 ഒരുമിച്ചുണ്ട്. അപ്പൊ ബാക്കിയുള്ള എല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തത് ഏതാണോ അതായിരിക്കും ബ്രിട്ടൻ. അങ്ങനെ നോക്കിയാൽ മതി. ഒത്തിരി ഇതിലേക്ക് പഠിക്കാൻ പറ്റുമോ നിങ്ങൾ നോട്ട് ചെയ്യുക. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള എല്ലാ രാജ്യത്ത് നമ്മൾ കടമെടുത്തുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് അറിയാത്തൊരു കാര്യം വരുവാണെങ്കിൽ ഏതായിരിക്കും, അത് ബ്രിട്ടൻ ആയിരിക്കും. ഒന്നെങ്കിൽ അങ്ങനെ പഠിക്കുക, അല്ലെങ്കിൽ ഇത് ഓരോ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. അപ്പൊ എല്ലാതും നമുക്ക് കോഡില്ല. ഓക്കെ, 7 ഉള്ളതുകൊണ്ട് കോഡ് ക്രിയേറ്റ് ചെയ്യാൻ വെച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, ക്യാബിനറ്റ്, റൂൾ ഓഫ് ലോ. ഇതുണ്ട് റൂൾ എന്നുള്ളത് അവിടെ 2 റൂൾ നോക്കുന്നത്. റൂൾ അല്ല, ലോ. 2 ലോ ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാം. ലോ ബ്രിട്ടനിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഓഫീസ് ഓഫ് CAG ആൻഡ് റിറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. അടുത്താണ് അയർലൻഡ്. ഓക്കെ, അയർലൻഡ് നമ്മൾ എന്തൊക്കെ കടമെടുത്തിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, ഇവിടെ നോക്കിയേ, IRE കണ്ടോ. അതായത് നമ്മള് അയർലൻഡ് എഴുതുമ്പോ ഇങ്ങനെയല്ലേ, IRE കൂട്ടിയല്ലേ അയർലൻഡ് എഴുതുന്നത് അല്ലെ. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഞാൻ ഒരു D ഇട്ടു. അപ്പൊ എന്തായത്, എന്ത് പറ്റി, ഡയറക്റ്റീവ് എന്നുള്ളതായില്ലേ. DPSP എന്ന് പറയും. നമ്മുടെ DPSP എന്നായിരിക്കും ചിലപ്പം ഓപ്ഷൻ ഉണ്ടാവുക. DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇതുണ്ടോ, ഈ IRE വേറെ കളർ കൊടുത്തേക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നിന്നാണ് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഈ IRE ഇപ്പറ ഒരു D ഇട്ടപ്പ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി.
ഇനി ഞാൻ ഈ ഡിയുടെ താഴെ എന്താണ് ചെറിയൊരു എക്സ്റ്റൻഷൻ എടുത്തതാണ്. ഓക്കെ, എന്നിട്ട് അല്ലെങ്കിൽ എന്താണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. ഓക്കെ, ഇതിന് നമുക്ക് ഇങ്ങനെ എന്നിട്ട് ഐ മായ്ച്ചു കഴിഞ്ഞാല് PRE. അപ്പൊ എന്തായി? PRE എന്താണ്? പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കണക്ട് ചെയ്യാൻ പറ്റില്ലേ? പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അതുപോലെ ഇവിടെ എന്താണ്? R എടുത്തു കഴിഞ്ഞാല് രാജ്യസഭ എന്നും കണക്ട് ചെയ്യാം. രാജ്യസഭ അല്ലെ? രാജ്യസഭ. ഈ 3 കീവേഡ്സ് പഠിച്ചാൽ മതി. 3 കീവേഡ്സ് എന്തൊക്കെയാ ഒന്ന് പറയാം. അയർലൻഡ് തൊട്ട് ഫ്രണ്ടിൽ എന്താണ്? ഒരു ഡി ഇടുന്നു. അപ്പൊ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ DPSP എന്നാവുന്നു. പിന്നെ എന്താണ്? പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്നാവുന്നു. അടുത്തെന്താണ്? അടുത്തത് നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഫ്രണ്ടിൽ ഡി ഇടുക. പിന്നെ എന്താണ്? ഐ മാച്ചിട്ട് ഒരു എന്താണ്? പി എന്നൊക്കെ. അപ്പൊ എന്താണ്? PRE എന്നായി. പിന്നെ എന്താണ്? ഈ R രാജ്യസഭ എന്നും ആലോചിക്കുക. 3 കാര്യങ്ങൾ. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ കാനഡ. കാനഡയിൽ നിന്ന് 3 കാര്യങ്ങളാണിത് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ. അതായത് സെന്ററിനായിരിക്കും എന്ത്? പവർ എപ്പോഴും കൂടുതൽ. ആ കാര്യമാണ് എന്ത്? ഫെഡറലിസം അല്ലെങ്കിൽ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഇനി അടുത്ത് റെസിജ്വൽ പവേഴ്സ്. ഓക്കെ, റെസിജ്വൽ പവേഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. നമുക്ക് 3 ലിസ്റ്റുകളുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. അതിനകത്ത് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും നമ്മൾ എടുത്തിട്ടുള്ളത് എന്താണ്? കാനഡയിൽ നിന്നാണ് ആലോചിക്കുക കേട്ടോ. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡ. അതുപോലെ ഫെഡറലിസം എടുത്തിട്ടുള്ളത് കാനഡ. അതുപോലെ റെസിജ്വൽ പവേഴ്സ്. ഇത് 3 എന്താണ്? നമ്മൾ കാനഡയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്താണ് ഓസ്ട്രേലിയ. അപ്പൊ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്താണ് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അതുപോലെ ജോയിന്റ് സിറ്റിംഗ് എവിടുന്നാണ്? അതും ഓസ്ട്രേലിയയിൽ നിന്നാണ്. ആൻഡ് ട്രേഡ് ആൻഡ് കോമേഴ്സ് എടുത്തിട്ടുള്ളത് എന്താണ്? അതും ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഇനി ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, എങ്ങനെ കണക്ട് ചെയ്യാം? ഓക്കെ, കുറച്ച് താഴെ എഴുതാം. ഓസ്ട്രേലിയ അല്ലെ. അപ്പൊ ഞാൻ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഈ TRA എടുക്കുന്നു. എന്തായിരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നേ? ട്രേഡ് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? TRA എടുത്തു കഴിഞ്ഞാൽ ട്രേഡ് കിട്ടില്ലേ? TRA എടുത്താൽ ട്രേഡ് കിട്ടില്ലേ? ശരിയാണോ? TRA കിട്ടില്ലേ? ജോയിൻ T ആൻഡ് CO. ജോയിന്റ് സിറ്റിംഗ്. അടുത്ത നമുക്ക് S എടുത്തു കഴിഞ്ഞാൽ എന്താണ്? സിറ്റിംഗ് എന്നാലോചിച്ചാ പോരെ? സിറ്റിംഗ്. എസിന് സിറ്റിംഗ് എന്നാലോചിക്കാം. ഇനി അടുത്തത് LI ലിസ്റ്റ്. LIന് എന്താണ്? നമുക്ക് ലിസ്റ്റ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് എന്ന് വേണം അല്ലെ? കൺകറന്റ് ലിസ്റ്റ്. പിന്നെ നമുക്ക് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എന്ന് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പം TR എടുത്താൽ ട്രേഡ് കിട്ടും. ഈ S എന്താണ്? S സിറ്റിംഗ്, ജോയിന്റ് സിറ്റിംഗ് ആൻഡ് LI ലിസ്റ്റ്. എന്ത് ലിസ്റ്റ് ആണ്? കൺകറന്റ് ലിസ്റ്റ്. ഇതിങ്ങനെ 3 കണക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് റഷ്യ. ഞാൻ പറഞ്ഞു എപ്പോഴും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഫണ്ടമെന്റൽ റൈറ്റ്സും എപ്പോഴും എന്താണ്? മാറിപ്പോകാറുണ്ട്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതാണ്? അത് റഷ്യ. ഓക്കെ, അതുപോലെ 5 ഇയർ പ്ലാൻസ്. ഓക്കെ, 5 ഇയർ പ്ലാൻസ് എടുത്തിട്ടുള്ളതും റഷ്യ ആണ്. ആൻഡ് ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ്. ഓക്കെ, ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ് എവിടുന്നാണ്? അത് കുറെ നേരമായോ? എന്താ 1 ഹവറോ? എന്താ അതിലെ 1 ഹവർ ആയുള്ളൂ? 2 ഹവർ അല്ലേ ക്ലാസ്? 1 ഹവറിലായുള്ളൂ. ഓക്കെ, അതുപോലെ ഐഡിയൽസ് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ പ്രിയാമ്പിളിലെ ഐഡിയൽസ് എവിടുന്നാണ്? അതിലും കുറച്ച് കാര്യങ്ങൾ എന്താണ്? റഷ്യയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്മളെ ഓരോ ടേംസും കടമെടുക്കുന്നത് ഏത് രാജ്യത്തിനുള്ളതാണെന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് ഒത്തിരി കുറച്ചുണ്ട്. പക്ഷെ എന്താ ഞാൻ പറഞ്ഞില്ലേ, പൊളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കുറച്ച് കാര്യങ്ങളുള്ളൂ, പക്ഷെ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. എന്താണ് അത്? നമ്മൾ വൺസ് എന്താണ് ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കൃത്യമായിട്ടത് പഠിച്ച് പോകാം. ഓക്കെ,
ഓക്കെ ഓക്കെ, മൂന്നെണ്ണം പഠിച്ചു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടുന്നായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്ന് കമന്റ് ചെയ്തേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടുന്നായിരുന്നു? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ കലഘട്ടത്തിൽ എവിടുന്നായിരുന്നു? യാ കറക്റ്റ്, US അല്ലെ. ഇനി അടുത്താണ് ഫ്രാൻസ്. ഇത് പഠിക്കാൻ എളുപ്പമുണ്ട്. നമ്മുടെ പ്രിയാമ്പിളിലെ റിപ്പബ്ലിക്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി, ഇത് മൂന്നും ഇത് നാലും എടുത്തിട്ടുള്ളത് ഫ്രാൻസ് ആണ്. അങ്ങനത്തെ ടേംസ് ആണ്. പ്രിയാമ്പിൾസ് ആ ടേംസ് ഒരുമിച്ച് എന്താണ് ഫ്രാൻസിനെ എടുത്ത് ആലോചിച്ചാൽ മതി. ഓക്കെ, റിപ്പബ്ലിക്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി. ഓക്കെ, ഇതിനകത്ത് ഫ്രാറ്റേണിറ്റിയുടെ എന്താണ് അർത്ഥം, അല്ലെങ്കിൽ എന്താണ് അതിനെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡിഗ്നിറ്റി ആട്ടോ. ഫ്രാറ്റേണിറ്റി എന്ന് വെച്ചാൽ ഡിഗ്നിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു എന്താണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ ജസ്റ്റ് ഒരു നോട്ടായിട്ട് വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? റിപ്പബ്ലിക്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രാറ്റേണിറ്റി ആണിത് നമ്മൾ ഫ്രാൻസിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ജപ്പാൻ. ഓക്കെ, ജപ്പാൻ എന്താണ്? പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഓക്കെ, പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണിത് നമ്മൾ ജപ്പാനിൽ നിന്നും കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആണിത് ജപ്പാനിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്താണ് ജർമ്മനി. ഓക്കെ, സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. അതായത് നമ്മുടെ എന്താണ് നാഷണൽ എമർജൻസി ഒക്കെ ഡിക്ലെയർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, 2 ഫണ്ടമെന്റൽ റൈറ്റ്സ് ബാക്കിയെല്ലാം സസ്പെൻഡ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ അത് ജർമ്മനി എന്നാണ്. ഓക്കെ, ഇതിനകത്ത് ആലോചിക്കാം, MAN മാൻ ഇല്ലേ, മാൻ. ഓക്കെ, മാൻ അതായത് മനുഷ്യൻ ആലോചിക്കാം. MAN മാൻ, മനുഷ്യൻ. അപ്പൊ മനുഷ്യനല്ലേ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളൂ അല്ലെ? MAN മാൻ, മനുഷ്യനല്ലേ എപ്പോഴും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ വെച്ചാൽ മതി. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി എന്ന് ആലോചിക്കാം. ഓക്കെ, അതായത് മനുഷ്യനാണ് എപ്പോഴും ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ളൂ. അപ്പം അത് സസ്പെൻഡ് ചെയ്യുന്ന കാര്യം പറയുന്നതാണത് ജർമ്മനിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സൗത്ത് ആഫ്രിക്ക. അതായത് അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഞാൻ പറഞ്ഞു നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോ ഉണ്ടെങ്കിൽ ആ ലോയിനെ നമ്മൾ എന്താണ് അമെൻഡ് ചെയ്യുക. അമെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അമെൻഡ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കടമെടുത്താറുള്ളത് നമ്മൾ ഒരുപാട് ടേംസ് അല്ലെ, ഒരുപാട് ടേംസ് നമ്മൾ ഓരോ സ്ഥലത്തു നിന്നും കടമെടുത്തിട്ടുണ്ട്. അപ്പൊ കടമെടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് തന്നെ പഠിക്കുക. കാരണം എപ്പോഴും ചോദിക്കുന്നതാണ്. എപ്പോഴും നിങ്ങളുടെ എക്സാം, നിങ്ങൾ ഏതൊരു കോമ്പറ്റീവ് എക്സാംസിന്റെ പൊളിറ്റി എടുത്ത് നോക്കിയാലും ഇതിനകത്താണ് എപ്പോഴും ഈ ഒരു ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ അതെങ്ങനെ എന്താണ് ബൈഹാർട്ട് ചെയ്യുക, നമ്മുടെ കോഡുകൾ ട്രിക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് ഷെഡ്യൂൾസ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യമേ എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? പറഞ്ഞേ, ആദ്യമേ എത്ര ഷെഡ്യൂൾ ഉണ്ടായിരുന്നു? ഇപ്പം എത്ര ഷെഡ്യൂൾ ഉണ്ട്? ഇപ്പോൾ നിലവിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്? എത്രയാ? 12, 13 അല്ല, 12 ഷെഡ്യൂൾ ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെ പഠിക്കാം നോക്കാം. ഇത് നമുക്ക് ഓരോന്നിനും ഓരോ കോഡുണ്ട്. ഓക്കെ, അപ്പൊ സൈഡിൽ എന്താണ് ഇതിന്റെ കോഡുകൾ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് എന്താണ് ഒരു ലെറ്റർ റെപ്രസെന്റ് ചെയ്യാനുള്ള ലെറ്റർ ഉണ്ട്. ഈ 12 ഷെഡ്യൂൾസും അവസാനം എന്താണ് ആവുമ്പോഴേക്കും ഒരു ചെറിയൊരു മീനിങ് ഫുൾ സെന്റൻസിലേക്ക് അതങ്ങ് മാറും. അപ്പൊ നിങ്ങൾ ആ ലാസ്റ്റ് എന്താണ് ആ മീനിങ് ഫുൾ സെന്റൻസ് എന്താണ് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇപ്പോഴേ എന്താണ് ഓരോരുത്തർ കമന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഷെഡ്യൂൾ പറയുന്ന കാര്യമാണെന്ത്? നമ്മള് കണ്ടെയ്ൻസ് നെയിം ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. അതായത് നമ്മുടെ ഇന്ത്യനെ കുറിച്ചും ഇന്ത്യയിൽ പറയുന്ന പ്രതിപാദിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുമാണെന്ത് ഫസ്റ്റ് ഷെഡ്യൂളില് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മൾ റെപ്രസെന്റ് എന്താണ്? ടി അല്ലെ. നമ്മുടെ ഇവിടുത്തെ കീവേഡ് എന്താണ്? കീവേഡ് ടി ആണ്. ടി അല്ലെ, ടി ടെറിട്ടറീസിന്റെ ടി ആണെന്ത് നമ്മൾ ഇവിടെ നോട്ട് ചെയ്തല്ലോ കേട്ടോ. ടി. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഷെഡ്യൂൾ പറഞ്ഞാണ് ഫസ്റ്റ് ഷെഡ്യൂള് ടി. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ഷെഡ്യൂള് എന്താണ്? ഇൻ റിലേഷൻ വിത്ത് ദ അലവൻസ്, പ്രിവിലേജസ് ആൻഡ് എമോളിമെന്റ്സ് ഓഫ്. ഓക്കെ, അതായത് ഓരോ ഈ കാണുന്ന പ്രസിഡന്റ്, ഗവർണർ, അതുപോലെ സ്പീക്കർ, എന്താണ് ചെയർമാൻ, സുപ്രീം കോടതി ജഡ്ജസ്, ഹൈക്കോർട്ട്, CAG, ഇവരുടെയൊക്കെ അലവൻസിനെ കുറിച്ചും പ്രിവിലേജസിനെ കുറിച്ചും എമോളിമെന്റ്സിനെ കുറിച്ചും. ഓക്കെ, ഇത് മൂന്നും പറയുന്ന അതിലാണത് സെക്കൻഡ് ഷെഡ്യൂൾ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എമോളിമെന്റ്സ് ഉള്ളതാണ്. എമോളിമെന്റ്സ്. അപ്പൊ നമ്മൾ ഏത് പേര് എടുത്തു? ഇ എന്നുള്ള വേർഡ് എടുത്തു അല്ലെ. ഇ. ഓക്കെ, ഇ എന്നുള്ള വേർഡ്
എടുക്കുക. അപ്പൊ എമോളിമെന്റ്സിന്റെ കൂടെ ആയിരിക്കും അലവൻസസ് അതുപോലെ എന്താണ് പ്രിവിലേജസ് ഒക്കെ വരുന്നത്. അപ്പൊ അതൊന്ന് കണ്ടു വെക്കുക. ഈ എന്ന് പറയുമ്പോഴേക്കും എമോളിമെന്റ്സ്. ഓക്കെ, ഇത് പണ്ട് തൊട്ടേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കോഡുകളാണ് കേട്ടോ. നിങ്ങളെ പറയില്ല ഓൾമോസ്റ്റ് ഒത്തിരി പേർക്ക് അറിയാവുന്ന ഒരു കോഡാണ്. അപ്പൊ നമ്മൾ എന്താണ് നമ്മളും അത് അറിഞ്ഞിരിക്കുന്നത്. എപ്പോഴും എന്താണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങളെ എന്താണ് ഇപ്പൊ ഓൾറെഡി ചിലപ്പോൾ അറിയാവുന്നവർ കാണുന്നതിനകത്ത്. പക്ഷെ എന്താണ് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വൈകാട്ടി പഠിക്കുക. അല്ലെങ്കിൽ ഒന്ന് കോഡ് എന്താണ് ഒന്ന് മെമ്മറൈസ് ചെയ്യുക. അടുത്താണ് തേർഡ് ഷെഡ്യൂൾ. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫോംസ് ഓഫ് ഓത്ത് ആൻഡ് അഫർമേഷൻ. എന്താണ് ഫോംസ് ഓഫ് ഓത്ത് ആൻഡ് അഫർമേഷൻ? ഫോംസ് ഓഫ് ഓത്ത് ആൻഡ് അഫർമേഷൻ. ഇവിടെ എന്താണ് അഫർമേഷൻ അല്ലെ? എ എടുത്ത ഞാൻ എന്താണ് ഇവിടെ നമുക്ക് എ എന്നുള്ള വേർഡ് കണക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഈ ഓത്ത് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു പോവുക. കാരണം എന്താണ് കുറച്ച് എക്സാംസ് എന്താണ് ഓത്ത് ഏത് ഷെഡ്യൂളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഓത്ത് എന്ന് പറയുന്നത് എന്താണ്? അത് തേർഡ് ഷെഡ്യൂളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഏതാണ്? എ ആണെന്ത് അതിന്റെ ലെറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, തേർഡ് വൺ എന്താണ്? ഓത്ത് ആൻഡ് അഫർമേഷൻ. രണ്ടും പഠിക്കാം. ഓത്ത് ആൻഡ് അഫർമേഷൻ ഓഫ് നമ്മൾ നേരത്തെ പറയുന്നത് എന്താണ്? ഇത്രയും ആൾക്കാരുടെ ഓത്തിനെയും അഫർമേഷനെ കുറിച്ച് പറയുന്നതാണെന്ത് തേർഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അടുത്ത് ഫോർത്ത് ഷെഡ്യൂൾ. ഓക്കെ, ജസ്റ്റ് എന്താണ് അലോക്കേഷൻ ഫോർ ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ ദ രാജ്യസഭ. അതായത് രാജ്യസഭയിൽ എന്താണ് സീറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് കാര്യങ്ങൾ. അപ്പൊ എന്താണ് നമുക്ക് 6 എടുക്കാം അല്ലെ? കീവേഡ് ആയിട്ട് എടുക്കാം. 6 എടുക്കാം. 6 അല്ലെ? 6 അതാണ് ഈ കാണുന്ന ആർ എന്ന് പറയുന്നത്. TEAR. ഇനി നെക്സ്റ്റ് ആണ് ഫിഫ്ത്ത്. നെക്സ്റ്റ് ആണെന്ത് ഫിഫ്ത്ത് ഷെഡ്യൂൾ. എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ദ പ്രൊവിഷൻസ് ഇൻ റിലേഷൻ ടു ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതായത് SC ST സ്ഥലങ്ങളിൽ എന്താണ് സ്പെഷ്യൽ പ്രൊവിഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണെന്ത് ഫിഫ്ത്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ എസ് എടുക്കാം അല്ലെ? ഷെഡ്യൂൾ എസ് ആൻഡ് SC ആൻഡ് ഇതൊക്കെ ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് അല്ലേ? അപ്പൊ എസ് എടുക്കാം അല്ലെ? ഷെഡ്യൂൾ എന്നുള്ളതിന്റെ എസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്നുള്ള എസ് എടുക്കാം. അപ്പം എസ് ഇപ്പൊ എത്ര വേർഡായി? മീൻസ് ഇപ്പൊ ആ ഒരു 5 ലെറ്റർ ഒന്ന് കൂട്ടി വെച്ചേ. എന്തായിരിക്കും 5 എണ്ണം കൂട്ടി വെച്ചേ? ടിയേഴ്സ് അല്ലെ? ടിയേഴ്സ്. ഓക്കെ, അപ്പൊ ചെറിയ വേർഡായി അല്ലെ? ടിയേഴ്സ് 5 എണ്ണം ചെയ്യാൻ പറ്റില്ലേ? T ഫോർ എന്താണ്? ടെറിട്ടറീസ്. E ഫോർ എമോളിമെന്റ്സ്. A ഫോർ അഫർമേഷൻ ആൻഡ് ഓത്ത്. R ഫോർ രാജ്യസഭ ആൻഡ് S ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ഷെഡ്യൂൾഡ് ഏരിയാസ്. ഇനി അടുത്താണ് സിക്സ്ത് ഷെഡ്യൂൾ. എന്താണ് സിക്സ്ത് ഷെഡ്യൂൾ? ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉണ്ട്. ഇത് കൂടാണ്ട് മറ്റ് ഒരു 3 സ്റ്റേറ്റുകൾക്ക് വേറൊരു സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതർ സ്റ്റേറ്റ്സിന്റെ O ആണെന്ന് ഉദ്ദേശിക്കണം കേട്ടോ. അതർ സ്റ്റേറ്റ്സിന്റെ O. അതർ സ്റ്റേറ്റ്സിന്റെ O ആണെന്ത് നമ്മളിവിടെ ഈ O ആയിട്ട് എടുക്കുന്നത്. നമുക്ക് 2 O വരും നമ്മുടെ കോഡില്. പക്ഷെ ഓരോ O എന്ന് വെച്ചാൽ വേറെ എന്ന് പറയാം ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇതെന്താണ്? ഇത് അതർ സ്റ്റേറ്റ്സ് ആണ്. അപ്പൊ O എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്ന് ചോദിക്കാറുണ്ട്. അതായത് ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. ഈ 4 സ്റ്റേറ്റ്സ് എന്താണ് അതർ പ്രൊവിഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു നോക്കുക. കാരണം ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഏതൊക്കെ സ്റ്റേറ്റ്സിനാണ് ഈ അതർ പ്രൊവിഷൻസ് കൊടുക്കുന്നത്. ഏതൊക്കെയാണ് അത്? ആസാം, മേഘാലയ, ത്രിപുര ആൻഡ് മിസോറാം. അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, എനിക്ക് 3 ഫ്രണ്ട്സ് ആലോചിക്കാം. 3. അപ്പൊ 3 പറയുമ്പോൾ എന്താണ് 3. 3 ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ഒന്ന് സാം, ഒന്ന് മേഘ, ഒന്ന് റാം. അങ്ങനെ അയച്ചാൽ മതി. ഒന്ന് സാം, ഒന്ന് മേഘ ആൻഡ് ഒന്ന് റാം. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഏതൊക്കെയാണെന്ന് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണെന്ത് സിക്സ്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി അടുത്താണെന്ത് സെവൻത് ഷെഡ്യൂൾ. എന്താണ്? ഫെഡറൽ ലിസ്റ്റ്. നമ്മൾ നേരത്തെ പറയാം സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ എന്താണ് യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു. ഈ 3 ലിസ്റ്റുകളും എന്താണ് പറഞ്ഞാൽ ഫെഡറൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കീവേഡ് ആയിട്ടുള്ള F ആണ് നമ്മൾ എടുക്കുന്നത്. എഫ് കീവേഡ് ആയിട്ട് നമ്മൾ എടുത്തു. ഓക്കെ, ഇനി സെൻസ് ഒന്ന് വായിച്ചേ. ഇപ്പൊ എത്രയായി? ഈ 2 എണ്ണം ഓഫ് എന്നായി. അപ്പൊ എന്തോരായി നമുക്ക്? ടിയേഴ്സ് ഓഫ് അല്ലെ? ടിയേഴ്സ് ഓഫ്. ഇത് ഇപ്പൊ തന്നെ പഠിച്ചു നോക്കി. ടിയേഴ്സ് ഓഫ് അല്ലെ? കിട്ടിയില്ലേ? ഇപ്പൊ ഒരു 7 എണ്ണം കിട്ടില്ലേ നിങ്ങക്ക്? ഓക്കെ, ഈ അടുത്താണ് 8ാമത്തെ ഷെഡ്യൂൾ. വീണ്ടും ഓരോ വന്നു അല്ലെ? ഈ O എന്തായിരുന്നു? ഞാൻ ഓൾറെഡി പറയാം. എന്താണ്? ഒഫീഷ്യൽ ലാംഗ്വേജ്. അതിന്റെ O ആണെന്ത്? ഈ O ഒഫീഷ്യൽ ലാംഗ്വേജ്. നമുക്ക് എത്ര ഒഫീഷ്യൽ ലാംഗ്വേജ് ഉണ്ട്? നമുക്ക് 22. ഓക്കെ, 22 ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണ് നമുക്ക് ഉണ്ട് കേട്ടോ.
ഒഫീഷ്യൽ ലാംഗ്വേജ് 22. ഓക്കെ, 22 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണിത് നമുക്ക് ഉള്ളത്. അപ്പൊ അതിന്റെ ഓ ആണിത് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അടുത്താണ് 9th ഷെഡ്യൂൾ, അതായത് ലാൻഡ് റിഫോംസ്. ഓക്കെ, നമുക്ക് ഒരു കീവേഡ് മാത്രം മതി. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് ഈ ലാൻഡ് റിഫോംസിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒഫീഷ്യൽ ലാംഗ്വേജ്. അപ്പൊ നമുക്ക് എന്താണ് ആ കറക്റ്റ് ആ കോഡ് എണ്ണിട്ട് എന്താണ് ആ കോഡ് അനുസരിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പൊ ലാൻഡ് റിഫോംസിന്റെ എല്ലാം എന്ത് അടുത്ത് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ 10th വൺ. 10th വൺ ആണ് ഡിഫെക്ഷൻ ലോ എന്ന് പറയും. ഓക്കെ, എന്താണ് ഡിഫെക്ഷൻ ലോ? കൂറ് മാറുക എന്ന് പറയും. ഓക്കെ, കൂറുമാറ്റ നിരോധന നിയമം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതാണ് ആന്റി ഡിഫെക്ഷൻ ലോ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, 52ാമത്തെ ഇതാണ് ഭേദഗതി ബില്ല് അനുസരിച്ച് കൊണ്ടുവന്നൊരു ലോ ഒക്കെയാണ് 10th ഷെഡ്യൂളിലെ ഈ ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പാർട്ടി മാറുക എന്ന് കേട്ടിട്ടില്ലേ? ചില എന്താണ് ആൾക്കാർ എന്താണ് ഇലക്ഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു പാർട്ടിയിൽ നിന്ന് അങ്ങോട്ട് ഒരു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴേക്കും എന്താണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് രൂപീകൃതമാകാത്ത ഒരു കണ്ടീഷൻ വരും. അതാണ് എന്ത് ഈ കൂറുമാറുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനെതിരെ കൊണ്ടുവന്ന ഒരു ബില്ലാണെന്ത് ആന്റി ഡിഫെക്ഷൻ ലോ അമെൻഡ്മെന്റ് ബിൽ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് 10th ഷെഡ്യൂളിലാണ് ആയിട്ടുള്ളത്. അപ്പം അതിന്റെ ഡി ആണെന്ത് ഡിഫെക്ഷൻ. ഓക്കെ, ഡിഫെക്ഷന്റെ ഡി ആണെന്ത് ഇവിടെ കാണുന്ന ഡി എന്ന് പറയുന്നത്. ഇപ്പൊ എന്തോ ടിയേഴ്സ് ഓഫ് ഓൾഡ് അല്ലെ, ടിയേഴ്സ് ഓഫ് ഓൾഡ് എന്നായി അല്ലെ. ഇനി അടുത്ത് 11ാമത്തെ 11th വൺ. എന്താണ് 11th വൺ? ഇറ്റ് കണ്ടെയ്ൻസ് ദ പ്രൊവിഷൻസ് ദാറ്റ് സ്പെസിഫൈ ദ പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. എന്താണ് പഞ്ചായത്ത്? അപ്പൊ അതിന്റെ കീവേഡ് എന്താണ്? പി. അപ്പം പി. ഇനി ഇടയ്ക്ക് ചോദിക്കുന്നതാണ് ഈ പഞ്ചായത്തില് എത്ര മാറ്റേഴ്സ് ഉണ്ടെന്ന്. ഓക്കെ, എത്ര മാറ്റേഴ്സ് ഉണ്ട്? 29 മാറ്റേഴ്സ് ആണെന്ത് ഈ 11th ഷെഡ്യൂളിൽ ഉള്ളത് കേട്ടോ. ഓക്കെ, 29 മാറ്റേഴ്സ്. ഓക്കെ, 29 മാറ്റേഴ്സ്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഷെഡ്യൂൾ ആണെന്ത് എം. എന്താണ്? എം ഫോർ മുനിസിപ്പാലിറ്റീസ്. എം ഫോർ മുനിസിപ്പാലിറ്റീസ്. ഓക്കെ, ഇറ്റ് ഹാസ് 18 മാറ്റേഴ്സ്. ഇതിന് എത്ര മാറ്റേഴ്സ് ഉണ്ട്? ഇതില് 18 മാറ്റേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. 18 മാറ്റേഴ്സ്. അപ്പം കംപ്ലീറ്റ് ഇതിന്റെ ലാസ്റ്റ് എന്താണ് എം എന്നായി. അപ്പൊ എന്തായി നമ്മുടെ കംപ്ലീറ്റ് കോഡ് എന്ന് പറഞ്ഞേ? ചാപ്റ്റർ. ഓക്കെ, മാറ്റേഴ്സ് മീൻസ് ചാപ്റ്റർ. എത്ര ചാപ്റ്റർ ഉണ്ട്? എത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോഡ് എന്തായി? ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഈ കോഡ് അനുസരിച്ച് ഏതൊക്കെ ഷെഡ്യൂൾ ആണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിക്കോണം. ഓക്കെ, എഴുതില്ലേ? ഒന്നാമത് പറയണോ? ടി എന്തായിരുന്നു? ടി ഫോർ ടെറിട്ടറീസ്, ഇ ഫോർ എമോളിമെന്റ്സ്. എന്തായിരുന്നു? പറ. എ ഫോർ അഫർമേഷൻ ആൻഡ് ഓത്ത്, ആർ ഫോർ രാജ്യസഭ, എസ് ഫോർ ഷെഡ്യൂൾഡ് ഏരിയസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഓ ഫോർ എന്തായിരുന്നു? അതർ സ്റ്റേറ്റ്സ്, എഫ് എന്താണ്? ഫെഡറലിസ്റ്റ്. വീണ്ടും അടുത്ത നെക്സ്റ്റ് ഓ എന്താണ്? ഒഫീഷ്യൽ ലാംഗ്വേജ്, എൽ ഫോർ എന്താണ്? ലാൻഡ് റിഫോംസ്, ഡി ഫോർ ഡിഫെക്ഷൻ ലോ, ആൻഡ് ലാസ്റ്റ് വൺ പി പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി. ക്ലിയർ ആണോ? ഇനി ഇത് പഠിക്കാൻ എളുപ്പമല്ലേ? ഇനി ഏത് ഷെഡ്യൂൾ എവിടെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയില്ലേ? അല്ലേ? സെറ്റാണോ? സെറ്റ്. ക്ലിയർ. ഓക്കെ, അടുത്ത നമുക്ക് ഈ കോഡ് ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് കോഡ് കേട്ടോ. ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം. ഇനി എപ്പോഴും ഈ ഒരു കാര്യം ഓർത്താൽ മതി. ഓക്കെ, അടുത്താണ് പാർട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഒരു 25 പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാർട്സ് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ഷെഡ്യൂൾസ് പഠിച്ചവർ തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ് ഈ പാർട്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒറിജിനലി ആദ്യം എത്ര പാർട്സ് ഉണ്ടായിരുന്നു? ആദ്യം എത്ര പാർട്സ് ഉണ്ടായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. വെരി ഗുഡ് അജീഷ് ആൻഡ് സി. ഇതായിരുന്നു 22 പാർട്സ് ആയിരുന്നു എന്ത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പൊ എത്ര ഉണ്ട്? നമുക്ക് 25 പാർട്സ് ഉണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് വൺ ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. എന്തുകൊണ്ടാണ് ഞാൻ ഇറ്റ്സിന്റെ അവിടെ ചെറിയൊരു വേറൊരു കളർ ഇട്ടിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇറ്റ്സിന്റെ അവിടെ വേറൊരു കളറിൽ ഇട്ടിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? അറിയോ? എന്തായിരിക്കും ഇറ്റ്സിന്റെ അവിടെ ചെറിയൊരു കളർ വ്യത്യാസം ഇട്ടിരുന്നത്? ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന 8ാമത്തെ പാട്ട് നോക്കി. 8ാമത്തെ പാട്ട് എന്താ? 8ാമത്തെ പാട്ട് യൂണിയൻ ടെറിട്ടറീസ്. അതായത് അത് തന്നെ യൂണിയൻ ടെറിട്ടറി എന്ന് വായിക്കാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെ? ശ്രദ്ധിക്കണം, കാരണം ഒരു മിസ്റ്റേക്ക് വരുന്ന പോയിന്റ് ആണ്. ചിലപ്പം യൂണിയൻ ആൻഡ്
ഇറ്റ്സ് ടെറിട്ടറി, യൂണിയൻ ടെറിട്ടറി. രണ്ട് പെട്ടെന്ന് നമ്മൾ എന്താണ് നമുക്ക് എന്താണ് അറിയാവുന്ന ഒരു ആവേശം നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് ഒരു കീവേഡ് പ്രത്യേകം മാർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് യൂണിയൻ ടെറിട്ടറീസ്, നമ്മുടെ പോണ്ടിച്ചേരി, അതുപോലെ എന്താണ് നമ്മുടെ ഡാമൻ ആൻഡ് ഡ്യൂ പോലുള്ള യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ച് പറയുന്നതാണ് പാർട്ട് 8 എന്ന് പറയുന്നത്. പാർട്ട് 1 എന്താണ്? ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്, അതായത് ഇന്ത്യയും ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന, അതിനുള്ളിൽ പെടുന്നതാണ്, അതിർത്തി പങ്കിടുന്നതല്ല, അതിർത്തിയിൽ പെടുന്ന ടെറിട്ടറികളും അതിനെപ്പറ്റിയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ എന്താണ് കംപ്ലീറ്റ് നമ്മുടെ ഭാരതത്തിനെ കുറിച്ച് പറയുന്നതാണിത് പാർട്ട് 1 എന്ന് പറയുന്നത് കേട്ടോ. 1 എന്ന് വെച്ചാൽ ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ഓക്കെ, ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. രണ്ടാമത്തെ ഇനി സെക്കൻഡ് പാർട്ടില് പറയുന്നതാണെന്ത്? സിറ്റിസൺഷിപ്പ്. ഓക്കെ, സെക്കൻഡ് പാർട്ടില് പറയുന്നതാണെന്ത്? സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പ്. ഇനി തേർഡ് വൺ ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ത് തേർഡ് വണ്ണില് പറയുന്നത്. ഇനി അടുത്താണ് ഫോർത്ത് വൺ. ഓക്കെ, ഫോർത്ത് വൺ നമ്മൾ നേരത്തെ പഠിക്കാം അല്ലെ? എന്താണ് നോക്കി, എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇത് എവിടെ നമ്മൾ കണ്ടെടുത്തിട്ടുള്ളത്? ഒന്ന് പറഞ്ഞേ, ഇത് എവിടെ നമ്മൾ കണ്ടെടുത്തിട്ടുള്ളത്? DPSP നമ്മൾ എവിടുന്നാ കണ്ടെടുത്തിട്ടുള്ളത്? അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് കമന്റ് ചെയ്തേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എവിടുന്നാ കണ്ടെടുത്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ എവിടുന്നാ കണ്ടെടുത്തിട്ടുള്ളത്? ഓക്കെ, അയർലൻഡ്, USSR ആണോ? അയർലൻഡ് അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സ് USA. ഇനി DP, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ ഞാൻ ഷോർട്ട് ഫോം ആക്കി എഴുതുവാണ്. ഷോർട്ട് ഫോം എങ്ങനെ എഴുതാൻ പറ്റും? DPSP അല്ലേ? DPSP തന്നെ, DPSP. എന്താ? DPSP. എത്ര ലെറ്റർ ഉണ്ട്? ഇത് എത്ര ലെറ്റർ ഉണ്ട്? DPSP എത്ര ലെറ്റർ ഉണ്ട്? 4 ലെറ്റർ അല്ലേ? DPSP 4 ലെറ്റർ. അപ്പൊ പാർട്ട് എത്രയാ? പാർട്ട് എത്രയാ? അപ്പം 4. കറക്റ്റ് ആണോ? 4 ലെറ്റേഴ്സ് ഉണ്ട്, 4 പാർട്ടാണ്. ആലോചിച്ച് വെക്കുക. ഓക്കെ, അടുത്താണ് 4A. ഓക്കെ, 4A അതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. 4A എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എവിടുന്നാണ് എടുത്തിട്ടുള്ളത്? നമ്മൾ എവിടുന്നാണ് അഡോപ്റ്റ് ചെയ്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് എവിടുന്നാ? റഷ്യ അല്ലെ? റഷ്യ. ഓക്കെ, ഇനി അടുത്താണ് യൂണിയൻ. അടുത്താണ് പഠിക്കാൻ പോകുന്നതാണ് യൂണിയൻ. ശ്രദ്ധിക്കുക, യൂണിയന് എത്ര ലെറ്റർ ഉണ്ടെന്ന് വേണ്ടി പറഞ്ഞേ. യൂണിയൻ എത്ര ലെറ്റർ ഉണ്ട്? യൂണിയന് എത്ര ലെറ്റർ ഉണ്ട്? യൂണിയൻ എത്ര ലെറ്റർ ഉണ്ട്? 5 അല്ലേ? 5 ലെറ്റർ ആണിത് യൂണിയന് ഉള്ളത്. അപ്പൊ ഏത് പാർട്ടാണ്? അപ്പൊ ഏതാ പാർട്ട്? ഏതാ പാർട്ട്? പഠിക്കാൻ മറ്റേതുപോലെ ഇട്ട കോഡില്ലേ? പക്ഷെ അത് ഭയങ്കര ലെങ്തി ആണ്, അത്ര നമുക്ക് ആവശ്യമില്ല. അത് എന്താണ് ബേസിക് ആയിട്ട് കുറച്ച് എളുപ്പത്തിൽ ഇങ്ങനെ പഠിക്കാം. ഓക്കെ, ഇതിപ്പോ ഒന്നാമത്തെ നമ്മൾ 1ഉം 8ഉം പെട്ടെന്ന് പഠിച്ചില്ലേ? 1ഉം 8ഉം പഠിച്ചില്ലേ? കാരണം 1 യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ആണ്, 8 എന്താണ്? യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഇവിടെ ശ്രദ്ധിച്ചേ, യൂണിയൻ എന്ന് പറയുമ്പോൾ എത്ര ലെറ്റർ ഉണ്ട്? 5 ലെറ്റർ. അപ്പം 5ാമത്തെ പാർട്ട് കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഓക്കെ, അപ്പം DPSP 4 ലെറ്റർ ഉണ്ട്, അത് 4ാമത്തെ പാർട്ട്. യൂണിയൻ 5 ലെറ്റർ ഉണ്ട്, അത് 5ാമത്തെ പാർട്ട്. ഇനി അടുത്ത് നോക്കിയോ, നെക്സ്റ്റ് വൺ ആണ് സ്റ്റേറ്റ്സ്. ഈ സ്റ്റേറ്റ്സ് എഴുതുമ്പോൾ എത്ര ലെറ്റർ ഉണ്ട്? സ്റ്റേറ്റ്സ് എഴുതുമ്പോൾ എത്ര ലെറ്റർ ഉണ്ട്? സ്റ്റേറ്റ്സ് എന്ന് എഴുതുമ്പോൾ എത്ര ലെറ്റർ ഉണ്ട്? സ്റ്റേറ്റ്സ് എഴുതുമ്പോൾ എത്രയാണ്? 6 ലെറ്റർ. അപ്പൊ എത്രാമത്തെ പാർട്ടാ? 6ാമത്തെ പാർട്ട്. 6ാമത്തെ പാർട്ട്. ഇനി ഞാൻ ചോദിക്കുവാണ്, നമ്മുടെ 5ാമത്തെ പാർട്ട് എത്രയായിരുന്നു? 5ാമത്തെ പാർട്ട് യൂണിയൻ. 6ാമത്തെ പാർട്ടോ? 6ാമത്തെ പാർട്ട് ഏതായിരുന്നു? സ്റ്റേറ്റ്. 5 + 6 എത്രയാ? 5 + 6 എത്രയാ? 5 + 6 എത്രയാ? 11 അല്ലേ? 5 + 6 11 അല്ലേ? 5 + 6. ഓക്കെ, 11ാമത്തെ പാർട്ട് എന്നറിയോ? 11ാമത്തെ പാർട്ട് കാണിച്ചു തരാം. 11ാമത്തെ പാർട്ടാണ് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. എളുപ്പമല്ലേ പഠിക്കാൻ? ഇത് 3 പെട്ടെന്ന് പഠിച്ചില്ലേ? 5ാമത്തത് 5 ലെറ്റർ ഉണ്ട്, യൂണിയൻ ആണ്. 6ാമത്തത് 6 ലെറ്റർ ഉണ്ട്, സ്റ്റേറ്റ് ആണ്. 5ഉം 6ഉം കൂട്ടുമ്പോൾ 11 ആണ്. 11ാമത്തെ പാർട്ടാണ് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണ് 14 എന്ന് പറയുന്നത്. സർവീസസ് അണ്ടർ യൂണിയൻ ആൻഡ്
സ്റ്റേറ്റ്സ്. അപ്പൊ ആ യൂണിയൻ സ്റ്റേറ്റ്സ് നമ്മൾ എന്താണ് നമ്മളിപ്പോ 4 പഠിച്ചു. ഏതൊക്കെയാണ്? 5, 6, 11, 14. ഓക്കെ, 5, 6, 11, 14. അപ്പൊ വീണ്ടും നമുക്ക് ബാക്കിലേക്ക് വരാം. ഓക്കെ, സ്റ്റേറ്റ്സ് ആണെന്ത്? 6ാമത്തത്. ഇനി 7ാമത്തെയാണ് ദ സ്റ്റേറ്റ്സ് പാർട്ട് ബി ഓഫ് ഫസ്റ്റ് ഷെഡ്യൂൾ. ഈ 7ാമത്തെ പാർട്ട് എന്താണ്? ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. 7ാമത്തെ പാർട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ല, ഇപ്പൊ 7ാമത്തെ പാർട്ട് ഇല്ല, ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഏത് അമെൻമെന്റ് പ്രകാരമാണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കാറുണ്ട്. 7ാമത്തെ പാർട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് 7ാമത്തെ അമെൻമെന്റ് പ്രകാരമാണോ? 7ാമത്തെ പാർട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ടത് 7ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ്. ഞാൻ ഇനി വരും എന്താണ് അമെൻമെന്റ് ഒക്കെ എടുക്കുമ്പോഴേക്കും ചോദിക്കും 7ാമത്തെ പാർട്ട് ഏത് ഡിലീറ്റ് ചെയ്ത് ഏത് പ്രകാരമൊക്കെ ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഉത്തരം പറയണം. 7ാമത്തെ പാർട്ട് ഡിലീറ്റ് ചെയ്ത് 7ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ്. അടുത്ത 8 ഓൾറെഡി പഠിച്ചായിരുന്നു അല്ലെ? എന്തായിരുന്നു? യൂണിയൻ ടെറിട്ടറീസ്. ഇനി നെക്സ്റ്റ് ആണ് 9. 9 ഏതാണ്? 9 പഞ്ചായത്ത് ആട്ടോ. പഞ്ചായത്ത്. 9 പഞ്ചായത്ത്. അതുപോലെ 9A എന്താണ്? അത് മുനിസിപ്പാലിറ്റീസ് ആണ്. ആൻഡ് 9B എന്താണ്? 9B എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, അപ്പൊ 9A 9B 9 പഠിച്ചു. എന്താണ്? പഞ്ചായത്ത്. 9A എന്താണ്? മുനിസിപ്പാലിറ്റീസ്. ആൻഡ് 9B കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ റെഡില് കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഇതെന്താണ്? ഏറ്റവും കൂടുതൽ തവണ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളിപ്പോ 25 പാർട്സും പെട്ടെന്ന് നോക്കാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണത് ഈ റെഡില് കാണിച്ചിട്ടുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ തവണ എന്താണ് കോമ്പറ്റീവ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത് ആ റെഡിൽ നമ്മൾ മാർക്ക് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറയാം 6ാമത്തെ എന്തായിരുന്നു? സ്റ്റേറ്റ്സ്. അപ്പൊ 5ഉം 6ഉം കൂട്ടുമ്പോൾ 11 റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ സ്റ്റേറ്റ്സ്. അതുപോലെ 14 എന്തായിരുന്നു? സർവീസ് അണ്ടർ യൂണിയൻ സ്റ്റേറ്റ്സ്. ഇനി അടുത്തെന്താണ്? 7ാമത്തെ ഡിലീറ്റ് ചെയ്യപ്പെട്ടു 7ാമത്തെ അമെൻമെന്റ് പ്രകാരം. 8ാമത്തെ യൂണിയൻ ടെറിട്ടറീസ്. 9 പഞ്ചായത്ത്. 9A മുനിസിപ്പാലിറ്റീസ് ആൻഡ് 9B എന്തായിരുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ക്ലിയർ അല്ലേ? ക്ലിയർ. അടുത്ത് 10. 10 എന്താണ്? ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ്. ഓക്കെ, ഷെഡ്യൂൾഡ് ആൻഡ് ട്രൈബൽ ഏരിയാസ് ആണെന്ത്? പാർട്ട് 10 എന്ന് പറയുന്നത്. ഓക്കെ, 11 ഓൾറെഡി പഠിച്ചു. അടുത്താണ് 12. 12 എന്താണ്? ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട് ആൻഡ് സ്യൂട്ട്സ്. ഓക്കെ, ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട് ആൻഡ് സ്യൂട്ട്സ് ആണെന്ത്? 12 എന്ന് പറയുന്നത്. അടുത്ത് 13. ഓക്കെ, 13 അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ 12 എന്താണ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 13 എന്താണ്? ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണെന്ത്? 13 കേട്ടോ. ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് വിത്ത് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ആണെന്ത്? 13. ഇനി 14 ഓൾറെഡി പഠിച്ചു. സർവീസ് അണ്ടർ യൂണിയൻ. അടുത്താണെന്ത്? 14A. 14A ആണെന്ത്? ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത് കേട്ടോ. 14A ആണെന്ത്? ട്രിബ്യൂണൽസ്. ഇതും എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. 14A എന്ന് വെച്ചാൽ ട്രിബ്യൂണൽസ്. അടുത്ത് 15. 15 ഇതാണ് 15 വരുന്നതാണ് ഇലക്ഷൻസ് കേട്ടോ. 5ാമത്തെ വരുന്നതാണ് ഇലക്ഷൻസ്. ഇലക്ഷൻസ്. അടുത്ത് 16 സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൈൻ ക്ലാസസ്. ഓക്കെ, സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൈൻ ക്ലാസ് ആണെന്ത്? 16 വരുന്നത്. അടുത്ത് 17. 17 അല്ലെ? 17 നമ്മൾ എങ്ങനെ എഴുതുന്നത്? 1 7 അല്ലെ? ഇങ്ങനെ എഴുതുന്നേ 7. 17 ഇത് നമുക്ക് തിരിച്ചിട്ട് ഈ 7 തിരിച്ചിട്ട് എന്തായി? L ആയില്ലേ? അപ്പം ലാംഗ്വേജസ് ആലോചിച്ചാൽ മതി. 17 ലാംഗ്വേജസ് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇത് ഇതിനൊന്ന് തിരിച്ചിടുക, നേരെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അപ്പൊ എന്തായി? L ആയി. അപ്പൊ എന്തായി? ലാംഗ്വേജസ് എന്നായി. ലാംഗ്വേജസ്. അടുത്താണ് എമർജൻസി പ്രൊവിഷൻസ്. ഓക്കെ, എമർജൻസി പ്രൊവിഷൻസ് അതെന്താണ്? അത് 18 അല്ലെ? 18. നമുക്ക് 18 ആകുമ്പോഴേക്കും എന്താണ്? ഭയങ്കരമായിട്ട് എമർജൻസി ആവില്ല, നമുക്ക് ലൈസൻസ് എടുക്കാൻ തോന്നും, പിന്നെ എന്താണ്? നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒരു എമർജൻസി സിറ്റുവേഷൻ ആവും. 18 ആകുമ്പോൾ നമുക്കൊരു 18 ആകാൻ വേണ്ടി നമുക്കൊരു ഒരു കൊതിയില്ലേ ഇല്ലേ? നമ്മുടെ പ്രായപൂർത്തി ആയെന്ന് എന്താണ് ഒരു ഇത് വരാറില്ലേ അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെ ഓർക്കുക, 18 ആവാൻ എമർജൻസി ആയിട്ട് അല്ലെ? ഭയങ്കര എമർജൻസി ആയിട്ട് 18 ആവാൻ വേണ്ടി നമുക്ക് ലൈസൻസ് എടുക്കാനും വണ്ടി ഓടിക്കാനൊക്കെ ഒരു ഇല്ലേ? 108 എമർജൻസി. സോ 18 എമർജൻസി. ഓക്കെ, അത് കൊള്ളാം. ഓക്കെ, 108 ആംബുലൻസ് എമർജൻസി. അപ്പൊ 18 എമർജൻസി ആലോചിക്കാം. ഓക്കെ, ഇനി അടുത്ത് 19. ഓക്കെ, മിസ്സലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതിൽ പെടാത്ത കുറച്ച് മിസ്സലേനിയസ് ആയിട്ട് കുറച്ച് ടോപ്പിക്സ് ആണ് 19 വരുന്നത്. ആൻഡ് 20 എന്താണ്? 20 അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അമെൻമെന്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി പറയാമെന്നു അമെൻമെന്റ്സിനെ കുറിച്ച് അല്ലേ? അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടുന്ന കാലമെടുത്ത? അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കാലഘട്ടത്തിൽ എവിടുന്ന അമെൻമെന്റ്സ് നമ്മൾ എവിടുന്ന കാലഘട്ടത്തിലുള്ളത്? അമെൻമെന്റ്സ് എവിടുന്ന അമെൻമെന്റ് നമ്മൾ കടമെടുത്ത് എവിടുന്നായിരുന്നു അമെൻമെന്റ്? കമന്റ് ചെയ്തേ.
സൗത്ത് ആഫ്രിക്ക അല്ലെ, സൗത്ത് ആഫ്രിക്ക നമ്മൾ ഗവൺമെന്റ് കൈവിടത്തില്ല. നെക്സ്റ്റ് വൺ 21 ടെമ്പററി ട്രാൻസിഷൻ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആൻഡ് ലാസ്റ്റ് വൺ 22 ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെന്റ് അതോറിറ്റേറ്റീവ് ടെക്സ്റ്റിന്റെ ഹിന്ദി ആൻഡ് റിപ്പീൽസ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എല്ലാം പഠിക്കണം എന്ന് അത്ര നിർബന്ധമില്ല, പക്ഷെ ഈ ഞാൻ റെഡിൽ മാർക്ക് ചെയ്തെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഐഡിയ ഏകദേശം എന്താണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻസ് ആയിരിക്കും ഒരു 3-4 കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കുറച്ചൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മസ്റ്റ് ആയിട്ട് എന്താണ് ഈ റെഡ് കളറിൽ കാണുന്ന എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം പാർട്സ് ക്ലിയർ അല്ലേ? പാർട്സ് ക്ലിയർ അല്ലേ? പാർട്സ് ക്ലിയർ അല്ലേ? സെറ്റ്, അത് തന്നെ സെറ്റ്. ഓക്കെ, നമ്മളടുത്ത് ആർട്ടിക്കിൾസിലേക്ക് എത്തി അല്ലെ? ആർട്ടിക്കിൾസ്. ഓക്കെ, ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആർട്ടിക്കിൾസും അമെൻമെന്റ്സും പഠിച്ചാൽ തന്നെ നിങ്ങളൊരു 50% എന്താണ് പൊളിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു പറയാം. കാരണം ആർട്ടിക്കിൾസും അമെൻമെന്റ്സിനും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത്രയും വലിയൊരു ടോപ്പിക്കാണ് ആർട്ടിക്കിൾസും അമെൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് പഠിച്ചാൽ തന്നെ എന്താണ് ഒരു പൊളിറ്റിയുടെ ഏകദേശം ഒരു 50 to 60% നിങ്ങൾ കവർ ചെയ്തു. കാരണം ചോദിക്കുന്ന ചോദ്യത്തിന്റെ അളവായിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു ഒരു സെക്ഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. കാരണം അത് പഠിച്ചാൽ തന്നെ എന്താണ് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനൊരു 25 വലിയ പാർട്സ്. 25 പാർട്സിൽ നമ്മൾ എ ഒക്കെ പറഞ്ഞില്ലേ? അതായത് ഈ 22 പ്ലസ് 4A 9A 9B അങ്ങനെ 3 ആഡ് കിട്ടില്ലേ ഇല്ലേ? അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്യുമ്പം അങ്ങനെയാണ് ടോട്ടൽ 25 പാർട്സ് വരുന്നത് കേട്ടോ. ഓക്കെ, സബായിട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ്, അപ്പോൾ ഞാൻ പറയല്ലോ ആർട്ടിക്കിൾസ് പഠിച്ചാൽ തന്നെ ഒരുമാതിരിപ്പെട്ട എന്താണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് ഞാൻ പറയല്ലോ ഒരു 448 ആർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷെ അതെല്ലാം പഠിക്കുന്നത് പോസിബിൾ ആണോ? അല്ല, ഒരിക്കലും എന്താണ് അത്രയും പഠിച്ച് തീർക്കാന്നുള്ളത് എന്താണ് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ്, ഓക്കെ, അതായത് ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ നല്ല സാധ്യതയുള്ള കോമ്പറ്റീവ് എക്സാംസ് എന്താണ് ഫ്രീക്വന്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആർട്ടിക്കിൾസും എന്താണ് നമ്മൾ പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ എല്ലാം പഠിക്കാന്ന് വെച്ചാൽ അത്ര പോസിബിൾ ആയിട്ട് കാര്യമില്ലാത്തതാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ ഈ ഒരു സെക്ഷനിൽ എന്താണ് കവർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഒന്നാണ് ആർട്ടിക്കിൾ 1. എന്താണ് ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത്? നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ. എന്താണ് ഈ നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഭാരത് എന്നൊക്കെ പറയുന്നത് അവിടെ ഇന്ത്യ അതാണ് നെയിം. ഓക്കെ, അതിന്റെ ടെറിട്ടറി ഓഫ് ദ യൂണിയൻ നമ്മുടെ എന്താണ് നമ്മുടെ ടെറിട്ടറിയെ കുറിച്ചും പറയുന്നതാണത് ആർട്ടിക്കിൾ 1 എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് ആർട്ടിക്കിൾ 2. ഓക്കെ, ആർട്ടിക്കിൾ 2ഉം ആർട്ടിക്കിൾ 3യും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് വായിച്ചു നോക്കിയാൽ എന്താ ഡിഫറൻസ് എന്ന്. എന്താ ആർട്ടിക്കിൾ 2ഉം ആർട്ടിക്കിൾ 3യും സെയിം ആണോ? ആർട്ടിക്കിൾ 2 എന്താണ്? അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ടെറിട്ടറി ഇല്ലേ, ഈ ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് പുതിയൊരു സ്ഥലം കൂട്ടിച്ചേർത്തുന്നതാണ് നമ്മളൊരു പുതിയ സ്റ്റേറ്റിനെ ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് എന്താ പറയുന്നത് ആർട്ടിക്കിൾ 2 പറയുന്നത്. അതായത് നോക്കിയേ, അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്. അങ്ങനെ ആദ്യമായിട്ട് ആയ സ്റ്റേറ്റ് ആണത് നമ്മുടെ സിക്കിം എന്ന് പറയുന്നത്. ഓക്കെ, ഇടയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് സിക്കിം എത്രാമത്തെ സ്റ്റേറ്റ് ആയിട്ടാണ് ഇന്ത്യയിൽ വന്നതെന്ന്. ഓക്കെ, സിക്കിം വന്നത് 22 അല്ലെ? സിക്കിം വന്നത് 22ാമത്തെ സ്റ്റേറ്റ് ആണത് സിക്കിം. ആഡ് as new state can be added, it can change the map of India. അതായത് നമ്മുടെ എന്താണ് ഇന്ത്യയുടെ മാപ്പിൽ ചെറിയ ചേഞ്ച് വരും. കാരണം നമ്മൾ പുതിയൊരു സ്ഥലത്ത് നിന്നാണ് നമ്മളൊരു ചെറിയ പീസ് അടർത്തി നമ്മുടെ അടുത്തേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. അതാണത് ആർട്ടിക്കിൾ 2, അതായത് അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്. പക്ഷെ ആർട്ടിക്കിൾ 3 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 3 എന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ആൾട്ടറേഷൻ ഓഫ് ഏരിയാസ് ബൗണ്ടറീസ് ആൻഡ് നെയിം ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ്സ്. അതായത് ഓൾറെഡി നമുക്ക് ഉള്ള ഒരു സ്റ്റേറ്റ് അല്ലെ, ഓൾറെഡി നമുക്ക് സ്റ്റേറ്റ് എന്ന് വിചാരിക്കുക. ഈ ഓൾറെഡി ഉള്ള സ്റ്റേറ്റിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് പുതിയൊരു സ്റ്റേറ്റിനെ നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിൽ അത് ഏത് ആർട്ടിക്കിൾ അണ്ടറിൽ വരും? അത് ആർട്ടിക്കിൾ 3യുടെ അണ്ടറിലാണ് വരുന്നത്. ഇങ്ങനെ ഫോം ചെയ്ത കുറച്ച് സ്റ്റേറ്റ്സ് ആണ് താഴെ കാണുന്നത്. ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ് അല്ലെ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് ആൻഡ് ജാർഖണ്ഡ്. ഇത് മൂന്നും ഫോം ചെയ്ത വർഷം അറിയോ? ഇത് മൂന്നും ഫോം ചെയ്ത് ഒരു വർഷം, ഏത് വർഷം അറിയാൻ പറ്റുമോ? പറയാമോ? ഇത് മൂന്നും ഫോം ചെയ്ത്
ഇത് മൂന്നും ഫോം ചെയ്തത്? അല്ല, 2000-ലാട്ടോ. ഓക്കെ, 2000-ലാണിത് ഇത് മൂന്നും ഫോം ചെയ്ത് കേട്ടോ. 2000 2000-ലാണിത് ഇത് മൂന്നും ഫോം ചെയ്തത്. 2000 നവംബർ 1, നവംബർ 9, നവംബർ 15 ഈ 3 ഡേറ്റുകളിലാണിത് ഇത് ഫോം ചെയ്തത്. പിന്നെ ചോദിക്കുന്നതാണ് ഈ ഛത്തീസ്ഗഡ് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് അടർത്തിയെടുത്തത്, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് അടർത്തിയെടുത്തത്. അപ്പൊ ഛത്തീസ്ഗഡ് അടർത്തിയെടുത്തത് എവിടെയാണ്? മധ്യപ്രദേശാണ്. ഓക്കെ, ഛത്തീസ്ഗഡ് മധ്യപ്രദേശാണ് ഇത് അടർത്തി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, എന്താണ് മദ്യം കുടിച്ചാൽ എന്താണ് ചത്തുപോകുന്ന ആലോചിച്ചാൽ മതി. എന്താണ് മദ്യം കുടിച്ചാൽ ചത്തുപോകും, അങ്ങനെ നടത്തിയാൽ മതി. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഇനി അടുത്താണ് ഉത്തരാഖണ്ഡ്. ഉത്തർപ്രദേശ്. ഓക്കെ, തെലങ്കാന ഫ്രം ആന്ധ്രാപ്രദേശ് ഉണ്ട്. അത് ഏത് വർഷമാണ്? അതുപോലെ റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും തെലങ്കാന അല്ലെ. തെലങ്കാന നമ്മള് ആന്ധ്രാപ്രദേശിൽ നിന്നും അടർത്തി എടുത്തിട്ടുള്ളതാണ് അല്ലെ. ഏത് വർഷം? 2014 അല്ലെ. 2014-ലാണിത് തെലങ്കാന ഇതുപോലെ ഫോം ചെയ്ത്. 2014. 2014. ഓക്കെ, അപ്പം ഉത്തരാഖണ്ഡ് ഫ്രം ഉത്തർപ്രദേശ്. അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? ഉത്തർ അല്ലെ. ഉത്തർ എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അടുത്ത് ജാർഖണ്ഡ് ഈ സെപ്പറേറ്റഡ് ഫ്രം ബീഹാർ. എവിടെയാണ്? ജാർഖണ്ഡ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ബീഹാറിലാണ്. അപ്പൊ ഇത് മൂന്നും എന്താണ്? ഒന്ന് പഠിച്ചു നോക്കുക. അതുപോലെ തെലങ്കാന ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? തെലങ്കാന ആന്ധ്രാപ്രദേശാണിത് നമ്മള് അടർത്തി എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയാം, ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദി യൂണിയൻ. രണ്ടാമത്തെ വെച്ചാൽ അഡ്മിഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ സ്റ്റേറ്റ്. മൂന്നാമതാണ് സിക്കിം ബിക്കം 22nd സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അല്ലെ. ഓക്കെ, മൂന്നാമത്തെ എന്താണ്? ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്. അതായത് രണ്ടെന്ന് വെച്ചാൽ എന്താണ്? നമ്മള് ഓൾറെഡി ഉള്ള നമ്മുടെ മാപ്പ് ചേഞ്ച് ചെയ്ത് പുറത്തുനിന്ന് ഒരു ചെറിയ ഏരിയ ആഡ് ചെയ്യാണ്. അതാണെന്ത്? അത് ആർട്ടിക്കിൾ 2 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 3 എന്താണ്? ആർട്ടിക്കിൾ 7 എന്ന് വെച്ചാൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് രണ്ടായിട്ട് മാറ്റിയിട്ട് അതെന്താണ്? പുതിയ സ്റ്റേറ്റ് ആക്കി മാറ്റുവാണെന്നെങ്കിൽ അത് ആർട്ടിക്കിൾ 3 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ആർട്ടിക്കിൾ 12 എന്ന് വെച്ചാൽ ഡെഫിനിഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതായത് സ്റ്റേറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റേറ്റിനോട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഓൾ കൺട്രീനെയാണ് സ്റ്റേറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജസ്റ്റ് എന്താണ് ഡെഫിനിഷൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് സ്റ്റേറ്റിന് ഇവിടെ സ്റ്റേറ്റ് കൂട്ടി പറയുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ കേരള സ്റ്റേറ്റ് അങ്ങനെയല്ല, ഇവിടെ ഓൾ സെൻട്രൽ നമ്മുടെ ഓൾ ഇന്ത്യയെ കുറിച്ചാണ് സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഡെഫിനിഷൻ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് ആർട്ടിക്കിൾ 13. ഓക്കെ, എന്താണ് ആർട്ടിക്കിൾ 13? അതായത് സ്റ്റേറ്റ് ഷാൽ നോട്ട് മേക്ക് എനി ലോ that takes away or reduces one or more fundamental rights. However, if such a law is passed by parliament, it shall be declared unconstitutional and void. അതായത് നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ബേസിക് ആയിട്ട് വേണ്ട നമ്മുടെ നീഡ്സ് അല്ലെ. അപ്പം ഇത് വയലേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അത് എന്താണ്? അത് വോയിഡ് ആയിട്ട് മാറ്റണം എന്നുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരികയാണ്. ഒരു പുതിയ അമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവന്നപ്പോഴേക്കും അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കണ്ടീഷൻ വരിക എന്ന് വെക്കുക. അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ എന്താണ് ആ ഒരു ആർട്ടിക്കിൾ ആ ഒരു ബില്ലിനെ എന്താണ്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിളിനെ നമ്മൾ കംപ്ലീറ്റ്ലി വോയിഡ് ആക്കി മാറ്റുക. എന്ന് വെച്ചാൽ അതെന്താണ്? അതിപ്പോ നിലവില്ലാത്ത തരത്തിലേക്ക് ആക്കുക അല്ലെങ്കിൽ ആക്കി മാറ്റണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 13 എന്ന് പറയുന്നു. ഓക്കെ, അതായത് അൺകൺസ്റ്റിറ്റ്യൂഷണൽ ഓർ വോയിഡ് ആക്കി മാറ്റണം. എന്താ? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സോ അല്ലെങ്കിൽ ബേസിക് നീഡ്സോ ഒക്കെ വയലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള അമെന്റ്മെന്റ്സോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഓക്കെ, നമുക്ക് 6 ടൈപ്പ് ഓഫ് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ ഉള്ളത് അല്ലെ. അപ്പൊ റൈറ്റ് ടു ഇക്വാലിറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ആണ് 14 മുതൽ 18 വരെ. ഫ്രീഡത്തിനെ കുറിച്ച് പറയുന്നതാണ് 19 മുതൽ 22 വരെ. എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച് പറയുന്നതാണ് 23ഉം 24ഉം. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനെ കുറിച്ച് പറയുന്നതാണ് 25 മുതൽ 28 വരെ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നതാണ് 29, 30ഉം. അതുപോലെ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 32. ഓക്കെ, 32 വരെ. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത് എന്തിലാന്ന് വെച്ചാൽ നോൺ ആസ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ. എന്താണ്? മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ എന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് വരാൻ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബാക്കിലത്തെ ചെറിയ സ്റ്റോറിയാണ്. അതായത്
മോട്ടിലാൽ നെഹ്റു, ഓക്കെ, നെഹ്റു റിപ്പോർട്ട് ഓഫ് 1928 പ്രകാരമാണിത് ഈ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്താണ് ഏത് കമ്മിറ്റി അല്ലെങ്കിൽ ഏത് റിപ്പോർട്ട് പ്രകാരമാണെന്ന് വെച്ചാൽ അത് നെഹ്റു റിപ്പോർട്ട് ഓഫ് ഏത് വർഷം എന്ന് വെച്ചാൽ 1928 ആണ്. അതുപോലെ ജവഹർലാൽ നെഹ്റു എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറഞ്ഞ ചെറിയൊരു കോട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് എന്താണ് ഒരു ഭംഗിക്ക് വേണ്ടി ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എന്താണ് കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിനെക്കുറിച്ച് ചോദ്യങ്ങളൊന്നും വരാറില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം ഫണ്ടമെന്റൽ റൈറ്റ്സ് അത്രത്തോളം ഇമ്പോർട്ടന്റ് നമ്മുടെ കോൺസെപ്റ്റ് എടുക്കുവാണെങ്കിൽ എന്താണ് ഏറ്റവും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം എന്താണ് പ്രാധാന്യം ഫണ്ടമെന്റൽ റൈറ്റ്സിന് കൊടുത്തിട്ടുണ്ട് അതിനെ പറ്റിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി പാർലമെന്റ് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാൻ മീൻസ് നമ്മുടെ നാഷണൽ എമർജൻസി വരുമ്പോൾ എന്താണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് പവർ കളയാനുള്ള ഒരു അധികാരമുണ്ട്. പക്ഷേ ഇതിൽ ചെറിയൊരു എന്താണ് ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എന്താന്ന് നോക്കാം. അതായത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ സസ്പെൻഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓൺ ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ സംഭവിക്കും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ് വയലേറ്റ് ചെയ്യപ്പെടും. പക്ഷെ അതിന് ചെറിയൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുമ്പോഴും ആർട്ടിക്കിൾ 20യും 21 എന്താണ് നമുക്ക് ഒരിക്കലും എന്താണ് സസ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അത് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് ഇതാണ് റൈറ്റ് ടു ഫ്രീഡം ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. അപ്പൊ അതെന്താണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടാൽ ആർക്കും ആരെയും എന്താണ് എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരെ വേണമെങ്കിലും എന്താണ് തുറങ്ങിലടയ്ക്കാം, ആരെ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യുക. 20യും 21 എന്താണ് ഒരിക്കലും നാഷണൽ എമർജൻസി വരുമ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെടാൻ പാടില്ല എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് ആർട്ടിക്കിൾ 14, 15, 16, 17, 18. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എപ്പോഴും എന്താണ് എക്സാമിന് ചോദിക്കുന്നതാണ് ഈ 5 ആർട്ടിക്കിൾ. ഓക്കെ, ഫസ്റ്റ് നോക്കാം. ആർട്ടിക്കിൾ 14 എന്താണ് ഇക്വാളിറ്റി ബിഫോർ ദ ലോ, അല്ലെ, നിയമത്തിന് മുന്നിൽ നമ്മൾ എല്ലാവരും തുല്യരായിരിക്കണം, അല്ലെ. അപ്പൊ അതായത് ഒരു പണമുള്ളവൻ എന്താണ് ഒരു കുറ്റം ചെയ്തു, പാവപ്പെട്ടവൻ എന്താണ് വേറൊരു കുറ്റം ചെയ്തു, രണ്ടുപേർക്കും രണ്ട് നീതി അല്ലെങ്കിൽ രണ്ട് ന്യായമാണ് വേണ്ടത്. അല്ല, അവന് കൊടുക്കുന്ന പണക്കാരന് കൊടുക്കുന്ന ശിക്ഷ ഏതാണോ അത് തന്നെ ആയിരിക്കും എന്ത് പാവപ്പെട്ടവനും കൊടുക്കാവുള്ളൂ. അതാണ് എന്ത് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് കേട്ടോ. ഇക്വാളിറ്റി ബിഫോർ ലോ. ഇനി ആർട്ടിക്കിൾ 15 എന്താണ് പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. അതായത് ഒരിക്കലും എന്താണ് വിവേചനം പാടില്ല. എന്തിന്റെ പേരിൽ? കാസ്റ്റിന്റെ പേരിലോ, സെക്സിന്റെ പേരിലോ, അതുപോലെ റേസിന്റെ പേരിലോ, റിലീജിയന്റെ പേരിലോ എന്താണ് നമ്മൾ ഒരിക്കലും ആരെയും വിവേചനം ചെയ്യാൻ പാടില്ല. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണിത് ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. അടുത്താണ് ആർട്ടിക്കിൾ 16. ഓക്കെ, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അതായത് ജോലി സ്ഥലങ്ങൾ എന്താണ് കൃത്യമായിട്ടുള്ള ഇക്വാലിറ്റി നമുക്ക് വേണം. ഇപ്പം ആണാണോ പെണ്ണാണോ നോക്കാൻ എന്താണ് കൃത്യമായിട്ട് എന്താണ് ഒരാൾക്ക് ഒരു ശമ്പളം കൊടുക്കുന്ന കാര്യം ഒരേ ജോലി എന്താണ് ഒരേ ആൾക്കാർ ചെയ്യുവാണെങ്കിൽ എന്താണ് അവർക്ക് വേർതിരിവ് ഒരു വ്യത്യാസം ഒരിക്കലും കാണിക്കാൻ പാടില്ല. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നമ്മളെ വേറെതിന്റെ പേരിൽ എന്താണ് നമ്മൾ തന്നിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 16. അടുത്താണ് ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഒക്കെ തൊട്ടു അബോളിഷ് ചെയ്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അടുത്ത ആർട്ടിക്കിൾ 18 എന്താണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. ഓക്കെ, ഇത് ഈ 5 എന്താണ് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് എങ്ങനെ ഒറ്റയടിക്ക് പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒറ്റ കോൾ ഓർത്തിരുന്നാൽ മതി. അതായത് ഓക്കെ, ഈ ഡൗട്ട് ഈ ഒരു കാര്യം ഓർത്താൽ മതി. അതായത് 14 മുതൽ 18 വരെ പഠിക്കാനുള്ള ഒരു കോഡാണ് ഈ ഡൗട്ട്. എന്തൊക്കെയായിരിക്കും? അതായത് ഈ എന്ന് പറയുമ്പോഴേക്കും ഇക്വാളിറ്റി കണക്ട് ചെയ്യുക. ഓക്കെ, ഈ ഫോർ ഇക്വാളിറ്റി. ഡി കണക്ട് ചെയ്യേണ്ടത് ഡിസ്ക്രിമിനേഷൻ കണക്ട് ചെയ്യുക. ഓ കണക്ട് ചെയ്യേണ്ടത് ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്യുക. യു കണക്ട് ചെയ്യേണ്ടത് അൺടച്ചബിലിറ്റി കണക്ട് ചെയ്യുക. ആൻഡ് ടി കണക്ട് ചെയ്യേണ്ടത് ടൈറ്റിൽസ് കണക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഒരാൾ LD ഔട്ട് എന്ന് അവന്റെ ഇട്ടുണ്ട്, അതും കുഴപ്പമില്ല. LD ഔട്ട്. അപ്പൊ അത് ലോ ഇപ്പൊ ഇക്വാലിറ്റി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഇൻട്രോസ് കേട്ടോ. LD ഔട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇക്വാലിറ്റി വരണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഡൗട്ട് എന്ന് ആക്കി കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ LD ഔട്ട് എന്നായാലും കുഴപ്പമില്ല കേട്ടോ. LD ഔട്ട്. അപ്പൊ ഈ കയറി എന്താണ് ലോ ആവും. അപ്പം LD ഔട്ട് എന്ന് നമുക്ക് പറയാം. ഈ 14 മുതൽ 18 വരെ കണക്ട് ചെയ്യാൻ പറ്റും. സിമ്പിൾ അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ലേ? ഓക്കെ, ഇനി അടുത്താണ് ആർട്ടിക്കിൾ 19. ഓക്കെ,
നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉള്ള പോലെ എന്താണ് നമുക്ക് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഉണ്ട്. നമുക്ക് എത്ര ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഉണ്ട്? നമുക്ക് എത്ര ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഉണ്ട് അറിയോ? എത്ര ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഉണ്ടെന്ന് അറിയോ? പണ്ട് നമുക്ക് 7 ഡെമോക്രാറ്റിക് റൈറ്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്? ഇപ്പൊ നമുക്ക് 6 ഡെമോക്രാറ്റിക് റൈറ്റ്സേ ഉള്ളൂ. അപ്പം ഇതെന്താണ്? ഇത് വരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക ഇവിടെ 19A, B, C, D, E, F ഉണ്ടോ? F ഇല്ല അല്ലെ, F എടുത്തു മാറ്റിയിട്ടുണ്ട്. ആൻഡ് G, അങ്ങനെയാണെന്ത് നമുക്ക് 6 ഡെമോക്രാറ്റിക് റൈറ്റ്സ് വരുന്നത്. അപ്പൊ ഇതെന്താണ്? ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് തന്നെ ചോദിക്കും. അതായത് 19B എന്താണ്, 19D എന്താണ്, 19G എന്താണ്, അങ്ങനെ ചോദിക്കും, എടുത്തു ചോദിക്കും. അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ 6 കാര്യങ്ങൾ എന്താണ്? ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു കഥ പോലെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ കഥ പോലെ എന്താണ് ഓർഡറിൽ ഇത് ഓർത്ത് വെച്ചാൽ മതി. 1, 2, 3, 4, 5, 6 എന്നുള്ള ഓർഡറിൽ എന്താണ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഫസ്റ്റ് 19A പറ്റി പറയുന്നത് എന്തായിരിക്കും? 19A പറ്റി പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അപ്പൊ നിങ്ങൾ എന്നെ എന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പൊ ഞാൻ എന്താണ്, ഞാനൊരു പൊതുവേദിയിൽ നിന്നിട്ട് എന്താണ് ഒരു സ്പീച്ച് പറയുകയാണ്, അല്ലെങ്കിൽ എന്റെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യാന്ന് വിചാരിക്കാം അല്ലെ. ഞാനൊരു പൊതുവേദിയിൽ നിന്നിട്ട് എന്റെ സ്പീച്ച് പറയുകയാണ്. അതാണ് എന്താ? അതാണ് ഫസ്റ്റ് ഡെമോക്രാറ്റിക് റൈറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ 19B എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ഇങ്ങനെ എന്താണ് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരാ. എന്താണ്, എനിക്ക് കേൾക്കാൻ കുറച്ച് ഓഡിയൻസ് വേണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്റെ മുന്നിൽ എന്താണ് അസംബിൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കൂട്ടം കൂടുവാണെന്ന് ആലോചിക്കുക. അപ്പൊ ഫസ്റ്റത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് എന്താണ് ഞാൻ ഒരു സ്പീച്ച് പറയുകയാണ്, അല്ലെങ്കിൽ എന്താണ് എന്റെ അഭിപ്രായങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. ഒന്നാമത്തെ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. രണ്ടാമത്തെ വെച്ചാൽ നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്റെ മുന്നിൽ അസംബിൾ ചെയ്യാണ് അല്ലെ. നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി എന്താണ് മുന്നിൽ അസംബിൾ ചെയ്യാണ്. ഇനി മൂന്നാമത്തെ, നിങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി അസംബിൾ ആയ ശേഷം എന്താണ് നിങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. എന്നിട്ട് എന്താണ് നിങ്ങൾ ആ ഒരു കൂട്ടത്തിൽ എന്താണ് നിങ്ങൾ അസോസിയേഷൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഫോം ചെയ്യാണ്. എന്താണ്? ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ് ആർ യൂണിയൻസ്. എന്താണ് നിങ്ങൾ ആ ഒരു കൂട്ടത്തിൽ നിന്നും അസോസിയേഷൻസ് അല്ലെങ്കിൽ എന്താണ് ഒരു യൂണിയൻ ആക്കി ഒരു ഗ്രൂപ്പായിട്ട് എന്താണ് നിങ്ങൾ മാറണം. ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് എന്താണ് ഒരു സ്ഥലത്ത് വന്നു, കുറച്ച് ആൾക്കാരെ കണ്ടു, ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രൂപ്പ് നിങ്ങൾ എന്താണ് അവിടുന്ന് കിട്ടുകയാണ്. ഇനി അതിനുശേഷം എന്താണ് ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് നമ്മുടെ ഇന്ത്യയിലെ വിശാലമായ എന്താണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പുകൾ എന്താണ് ഗ്രൂപ്പായ ശേഷം എന്താണ് നിങ്ങൾ ഇന്ത്യയിലുടനീളം എന്താണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ അല്ലെങ്കിൽ ടൂർ പോകാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പം അതാണ് എന്ത് ഫ്രീഡം ടു മൂവ് ഫ്രീലി ത്രൂ ഔട്ട് ദ ഇന്ത്യ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കി ഫ്രീഡം ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി അല്ലെ. നിങ്ങൾ അവിടെ ട്രാവൽ ചെയ്തു നമുക്ക് ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്താണ് നിങ്ങൾ ആ ഒരു സ്ഥലത്ത് എന്താണ് താമസിക്കാൻ, ഓക്കെ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്താണ് താമസിക്കാനുള്ള അവകാശമാണെന്ത് അഞ്ചാമത്തെ ഡെമോക്രാറ്റിക് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ആറാമത്തെ എന്താണ് ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ. എന്താണ് ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ. ഇനി അവിടെ താമസിക്കാൻ മാത്രം മതിയോ? നമുക്ക് എന്തെങ്കിലും ഭക്ഷിക്കണ്ടേ, എല്ലാം കഴിക്കണ്ടേ? കഴിക്കാൻ എന്ത് വേണം? നമുക്ക് ജോലി നോക്കണം അല്ലെ, ജോലി വേണം അല്ലെ. അപ്പം എവിടെ പോയാലും എന്താണ് നമുക്ക് ജോലി ചെയ്യാനുള്ള അവകാശമാണെന്ത് ആറാമത്തെ ഡെമോക്രാറ്റിക് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇടയ്ക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നു, അതാണെന്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ. റൈറ്റ് ടു പ്രോപ്പർട്ടി, പക്ഷെ എടുത്തു കളഞ്ഞു കേട്ടോ. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് 44ാമത്തെ അമെൻമെന്റ് പ്രകാരം എന്ത് എടുത്തു കളഞ്ഞു. റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു പ്രോപ്പർട്ടി എന്താണ് എടുത്തു കളഞ്ഞു. അതിപ്പം ആർട്ടിക്കിൾ 300A ആർട്ടിക്കിൾ 300Aയിലാണെന്ത് ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പൊ വരും സ്ലൈഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം 6 ഡെമോക്രാറ്റിക് റൈറ്റ്സ് നമ്മൾ കൃത്യമായി പഠിച്ചു. അതൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ. ഫസ്റ്റ് നമ്മൾ കോഡിൽ പഠിച്ചാൽ മതി. ഫസ്റ്റ് എന്തായിരുന്നു? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അല്ലേ. ഞാൻ ഒരു പ്രസംഗം പറയുന്നു, അത് എക്സ്പ്രസ് ചെയ്യാൻ തരും. നിങ്ങൾ എന്താണ് നിങ്ങളത് അസംബിൾ ചെയ്യാൻ വേണ്ടി എന്റെ ഫ്രണ്ടിൽ കൂട്ടം കൂടി നിൽക്കുന്നു. മൂന്നാമതാണ് നിങ്ങളിൽ നിന്നും ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു. നാലാമതാണ് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ടൂർ പോകുന്നു. അടുത്തെന്താണ് നിങ്ങൾ ടൂർ പോയ സ്ഥലം ഇഷ്ടപ്പെട്ടു, അവിടെ നിങ്ങൾ സെറ്റിൽ ആവുന്നു. അടുത്തതാണ് നിങ്ങൾക്ക് അവിടെ എന്താണ് ജോലി ചെയ്യാനുള്ള ആവശ്യമില്ല. അവിടെ നിന്ന് നമുക്ക് എന്താണ് ഇതിലൊക്കെ നമുക്ക് അല്ലെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്ത് നമുക്ക് ജീവിക്കാനുള്ള അവകാശം. ഇതാണെന്ത് 6 ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഡെമോക്രാറ്റിക് റൈറ്റ്സ് പഠിച്ചില്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ പഠിക്കുമ്പോൾ എളുപ്പമുണ്ടോ? കിട്ടുന്നില്ലേ? ക്ലിയർ ആണോ? കമന്റ് ചെയ്തേ. റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ, ക്ലിയർ. ഓക്കെ, അടുത്താണ് ആർട്ടിക്കിൾ
20. ആർട്ടിക്കിൾ 20 ഒരു ക്ലോസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 22 എന്ന് പറയും. എന്താണ് 20 ക്ലോസ് 2 ആണ് ഉദ്ദേശിക്കുന്നത്. 20 ക്ലോസ് 2 എന്താ ഉദ്ദേശിക്കുന്നത്? നോ പേഴ്സൺ ഷാൽ ബി പ്രോസിക്യൂട്ടഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. അതായത് ഒരാളെ ഒരു കുറ്റത്തിന് ഒരു തവണ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താണ് വീണ്ടും അയാളത് ആ സെയിം കുറ്റത്തിന് അയാൾ എന്താണ് വീണ്ടും ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 20 ക്ലോസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരാൾ ഒരു എന്താണ് ഒരു മോഷണം നടത്തി. അയാൾ എന്താണ് ആ മോഷണത്തിന് ഒരു 5 കൊല്ലം എന്താണ് അയാളെ ജയിലിലിട്ടോ അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്നു വിചാരിക്കുക. വീണ്ടും അയാൾ അറിയിക്കേണ്ടതാണ് വീണ്ടും ആ സെയിം മോഷണത്തിന് വീണ്ടും ഒരു എന്താണ് പണിഷ്മെന്റ് കൊണ്ട് അദ്ദേഹത്തിന് അയാൾക്ക് എന്താണ് കൊടുക്കാൻ സാധിക്കില്ല. അതാണ് ആർട്ടിക്കിൾ 20 ക്ലോസ് 2 എന്ന് പറയുന്നത്. ഇനി അടുത്താണ് 21. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണത് 21 21A എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്താണ് 21 എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അല്ലെ, നമ്മുടെ ലൈഫിന് പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ്. അല്ലെ, നമ്മുടെ എപ്പോഴും ഏത് കണ്ടീഷനാണ് നമ്മുടെ ലൈഫ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണ്ടേ അല്ലെ, അത് ഏറ്റവും ആവശ്യമല്ലേ. അതുകൊണ്ടാണ് എന്ത് നാഷണൽ എമർജൻസി വരുന്ന സമയത്ത് എന്താണ് ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 21 സസ്പെൻഡ് ചെയ്യാതിരിക്കുന്നത്. കാരണം വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റും വാല്യുബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണത് 20 21 എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്താണ് ആർട്ടിക്കിൾ 21 ക്ലോസ് A എന്ന് പറയുന്നത്. എന്താണ് ശ്രദ്ധിച്ചേ? സ്റ്റേറ്റ് ഷാൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കീവേഡ് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഈ കീവേഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റേറ്റ്, ഓക്കെ, സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ ഏജ് 6 to 14 years. എന്താ പറയുന്നത്? അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ് നമ്മള് സ്റ്റേറ്റ് എന്താണ് കൃത്യമായിട്ട് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്. കാരണം ഇനി ഒരു ആർട്ടിക്കിൾ വരുമ്പോഴേക്കും അവിടെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കും ഏത് ആർട്ടിക്കിൾ ആയിരുന്നു ഇത് പറഞ്ഞിരുന്നത്. ഓക്കെ, അതായത് സ്റ്റേറ്റ് എന്താണ് 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് എന്താണ് ഫ്രീ ആയിട്ടും കമ്പൽസറി ആയിട്ട് എന്താണ് എഡ്യൂക്കേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണ് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ 86ാമത്തെ അമെന്റ്മെന്റ് പ്രകാരം ആദ്യത്തെ ആർട്ടിക്കിൾ ആണ് 21A കേട്ടോ. അടുത്ത് ആർട്ടിക്കിൾ 22 പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ സർട്ടൈൻ കേസ്. അല്ലെ, നമ്മളിപ്പോ ഒരാളെ അറസ്റ്റ് ചെയ്താൽ നമുക്ക് ജാമ്യം എടുക്കാം, അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 20 കുറിച്ച് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 20 പഠിച്ചു, 21 പഠിച്ചു, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. 21A പഠിച്ചു, സ്റ്റേറ്റ് ഷാൽ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. 22 പഠിച്ചു, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അടുത്താണ് ആർട്ടിക്കിൾ 23. ഓക്കെ, പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. ഓക്കെ, ട്രാഫിക്കിംഗ് ആണ്, ട്രാഫിക്കിംഗ് അതായത് മനുഷ്യക്കടത്ത് എന്ന് പറയും. മനുഷ്യക്കടത്ത്, ഓക്കെ, മനുഷ്യക്കടത്ത് എന്താണ് ഒന്നും പാടില്ല. അതുപോലെ ഫോഴ്സ് ലേബർ, ഒരാളെ എന്താണ് നമ്മൾ എന്താണ് ഫോഴ്സ് ചെയ്ത് ജോലികളൊന്നും ചെയ്യിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 24. ഓക്കെ, 24 ആലോചിക്കുമ്പോൾ എന്താണ് നിങ്ങൾ 14 ആലോചിച്ചാൽ മതി. 24 ആലോചിക്കുമ്പോൾ 14, അതായത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ. ഓക്കെ, 24 എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ 14 ഇട്ടിരിക്കുക. അതായത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എന്താണ് നമ്മുടെ അതായത് ഹാംഫുൾ ആയിട്ടുള്ള ഫാക്ടറീസിലും അതുപോലെ മൈൻസിലും നമ്മൾ പണിയെടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 24. അപ്പൊ 24 പറയുമ്പോൾ എന്താണ് 14ലേക്ക് വന്നാൽ 14 ഓർത്താൽ മതി. അടുത്ത ആർട്ടിക്കിൾ 25. ഇനി ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചാൽ നമ്മുടെ ഫണ്ടമെന്റൽ ലൈസ് എടുക്കുമ്പോഴേക്കും 25 മുതൽ 28 വരെ ഏത് കാര്യം ചോദിച്ചാലും എന്തായിരിക്കും അത് റിലീജിയനായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. റിലീജിയൻ. ഓക്കെ, അപ്പം 25 ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ. ഏത് റിലീജിയൻ എന്താണ് വിശ്വസിക്കാനും അതിന്റെ എന്താണ് വാല്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള അവകാശം. അതുപോലെ എന്താണ് ആർട്ടിക്കിൾ 26 എന്താണ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അവകാശം. അപ്പോൾ ഏത് ടേം എടുത്താലും എന്താണ് അതിനകത്ത് റിലീജിയസ് എന്ന് പറയുന്ന ഒരു ടേം അതിനകത്ത് കാണും. അപ്പൊ അങ്ങനെ എന്തായിരിക്കും അത് ആർട്ടിക്കിൾ 25 മുതൽ 28. ഇപ്പൊ നിങ്ങളോട് എക്സാം ചോദിക്കുവാണ് ഒരു കാര്യം, ഏതെങ്കിലും ഒരു തന്നിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ റിലീജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നിട്ട് ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് 4 ഓപ്ഷൻ തരുവാണ്. അപ്പൊ അതിനകത്ത് ആ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ മാത്രം എന്താണ് 25-നും 28-നും ഇടയ്ക്കുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ കൂടെ പഠിക്കാം, നിങ്ങൾക്ക് കുറച്ച് പഠിക്കാൻ എന്താണ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അത്. ഓക്കെ, അടുത്താണെന്ത് 29 എന്ന് പറയുന്നത് അത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റി. അതായത് മൈനോറിറ്റി ഗ്രൂപ്പ്സിന്റെ എന്താണ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണത് ആർട്ടിക്കിൾ 29. ആൻഡ് അടുത്താണത് ആർട്ടിക്കിൾ 30 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം 29, 30 എന്താണ് മൈനോറിറ്റി ഗ്രൂപ്പ്സിന്റെ. ഓക്കെ, കീവേഡ് നോക്കി മൈനോറിറ്റീസ് അല്ലെ, മൈനോറിറ്റീസ്.
29ഉം 30 എന്താണ് മൈനോറിറ്റീസ് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നതാണ്. ഇതും എന്താണ് ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 23 എന്താണ് പ്രൊവിഷൻ മനുഷ്യക്കടത്ത് പ്രൊവിഷൻ ഓഫ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീങ്സ്. അതുപോലെ 24 എന്താണ് 24 എന്ന് വെച്ചാൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എന്താണ് ഫാക്ടറിയിലും മൈൻസിലും പണിയെടുപ്പിക്കാൻ പാടില്ല. 25 മുതൽ 28 വരെ എന്താണ് റിലീജിയൻ. 29 30 എന്താണ് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് മൈനോറിറ്റി ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. ഇതാണെന്ത് ഇത്തരം കാര്യങ്ങളാണിത് നമ്മൾ പഠിച്ചത്. ഓക്കെ, ആർട്ടിക്കിൾ 30 ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞേ. സെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ബാക്കി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ തൊട്ട് നെക്സ്റ്റ് അടുത്ത ദിവസം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടല്ലോ? ഡൗട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. ഇത് നമുക്ക് ഈ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ കോഡുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ആവുന്നുണ്ടോ? കുറച്ചും എളുപ്പമുണ്ട്. എന്തൊക്കെയാ പഠിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഉണ്ട് 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 ഉണ്ട്. ഓക്കെ, എല്ലാവരും കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടോ. ഓക്കെ, ക്ലാസ്സിൽ വരുന്ന എല്ലാവരും എന്താണ്? ഓക്കെ പ്രമിത, താങ്ക് യു. ഓക്കെ, അപ്പൊ നിങ്ങൾ വരുന്നത് എന്താണ്? നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കാരണം അവിടെ നിങ്ങൾക്ക് ബാക്കി ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. പറഞ്ഞുതരാം ആരതി. ഓക്കെ, പറഞ്ഞുതരാം. ഓക്കെ, ആർട്ടിക്കിൾ 5 ഒന്നും എടുക്കില്ല. കാരണം അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല 5 to 12 സിറ്റിസൺഷിപ്പ് ആണ്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ആ 5 to 12 എന്താണ് അതങ്ങനെ ചോദിക്കാറില്ല. അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമാണ് ഇത് പറയാറുള്ളൂ കേട്ടോ. പൊളിറ്റി 176. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ. എന്താണ് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇയർ നെഹ്റു റിപ്പോർട്ടാണോ? 1928. ഓക്കെ, അപ്പൊ വേറെ ഡൗട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ആണെങ്കിൽ നമുക്ക് നിർത്താം. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്.